അതെ, സന്ദീപ് സുബ്രഹ്മണ്യം എന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ട്. കളരിപ്പേറ്റ ആള് വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതനുസരിച്ച് വന്നതാ. വിളിക്ക്. ഓ അലിക്ക നിക്ക്. വരാൻ പറഞ്ഞ സമയത്തിന് 10 മിനിറ്റ് താമസിച്ചു. ഇനി കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് മതി ഇന്റർവ്യൂ. എന്താ കുഞ്ഞേ, കേരളീയ കലകളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള 1 മണിക്കൂർ പ്രോഗ്രാമാണ് കേരളോത്സവം എന്ന് പറയുന്നത്. ആദ്യം തന്നെ കളരിപ്പേറ്റ് 3 മിനിറ്റാ. അത്യാവശ്യം ചുവടുകൾ അറിയാവുന്ന കുറച്ചുപേരെ മതി എനിക്ക്. അതിന് വലിയ ഇന്റർവ്യൂ ഒന്നും വേണ്ട. എന്താവും മലി? അതെ അതെ അതെ, സ്റ്റേജിൽ കയറി 3 മിനിറ്റ് പയറ്റാൻ തച്ചോളിയോദാന്റെ പിന്മുറക്കാരൊന്നും വേണമെന്നില്ല. അത്യാവശ്യം വാളെടുക്കാൻ പഠിച്ചവരൊക്കെ മതി. അല്ല, തച്ചോളി തറവാട്ടിൽ നിന്ന് ഒരാൾ വന്നു വെച്ച് എനിക്ക് വിഷമമൊന്നുമില്ല, അത് നല്ല കാര്യമല്ലേ. അല്ലെങ്കിൽ വേണ്ട, തച്ചോളി തറവാട്ടിൽ ആരും വേണ്ട. എന്റെ എംബ്രാന്തിരിയെ, പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒരുപാട് ഫോറിൻ ഡെലിഗേറ്റ്സും ഒക്കെ പങ്കെടുക്കുന്ന ഇത്രയും വലിയ ഫംഗ്ഷനിൽ 1 മണിക്കൂർ പ്രോഗ്രാം കിട്ടുമെന്ന് പറഞ്ഞാൽ നിസ്സാരകാര്യ. പോട്ടെ, എത്രയോ വലിയ കലാകാരന്മാരുള്ള നാടാ നമ്മുടെ. അവരെ ആരും വിളിക്കാതെ ഇതിന്റെ സംവിധാന ചുമതല സർക്കാർ എന്തിനാ അച്ഛനെ ഏൽപ്പിച്ചത്? എന്തിനാ പറ? കലാമണ്ഡലത്തിൽ നിന്ന് റിസൈൻ ചെയ്ത ഞാൻ ഒരു പണിയില്ലാതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുകയാണെന്ന് സർക്കാർ വിചാരിച്ചിട്ടുണ്ടാവും. അത് തന്നെ. ഓ, വിനയം, എളിമ തികഞ്ഞ ഗാന്ധി എന്നല്ലേ എന്റെ അച്ഛാ. ഇത് ചെയ്യാൻ ഈ കൊച്ചു കേരളത്തിൽ അച്ഛനെ കഴിഞ്ഞ ആളുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പ്രോഗ്രാം നമുക്ക് അടിച്ച് പൊളിക്കാന്നുള്ളത്. സോറി, ഈ പരിപാടി ഗംഭീരമാക്കാന്നുള്ളത് അച്ഛനെ പോലെ തന്നെ എന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് എത്ര സമയം ചെലവഴിച്ചാലും അർഹരായ കലാകാരന്മാരെ ഞാൻ കണ്ടെത്തും. എന്താ ശബ്ദത്തിന് പെട്ടെന്നൊരു കനം? ഇനിമോലും ഞാൻ അങ്ങനെയാണ്. കേരളോത്സവ പരിപാടിയെ ഞാൻ അല്പ ഗൗരവത്തിൽ നോക്കിക്കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബുജിയിലായി. അച്ഛൻ വെറുതെ ഇത് തന്നാ മതി. യോഗ്യരായ ആളുകളെ സെലക്ട് ചെയ്ത് ഞാൻ മുന്നിൽ നിർത്തി തരാം. അത് സമ്മതിച്ചു. പക്ഷേ നിനക്ക് യോഗ്യനായിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാനുള്ള അവകാശം നീ എനിക്ക് വിട്ടു തരണം. ശരി, അത് പരിഗണിക്കാൻ ഞാൻ ശ്രമിക്കാം. അത് പരിഗണിക്കാൻ ശ്രമിക്കാമെന്നോ? ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം. മോർണിംഗ്. ഇരിക്കൂ. താങ്ക് യു സർ. നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ കിട്ടിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ട് സർ. ഓ, സന്ദീപ് സുബ്രഹ്മണ്യം, ഏജ് 26. പേരൻസിന്റെ ഡീറ്റെയിൽസ് ഒന്നും ബൈ ഡേറ്റിൽ കാണുന്നില്ലല്ലോ. ഇൻഡോ പാക് വാറിനിടയിൽ കാണാതായത് അച്ഛനെ. സുബ്രഹ്മണ്യ അയ്യർ ക്യാപ്റ്റനായിരുന്നു. പാകിസ്ഥാൻ പട്ടാളം തടവിലാക്കി പിന്നീട് തൂക്കിക്കൊന്നെന്നാ കേട്ടത്. ഏതായാലും കർമ്മങ്ങൾ ചെയ്യാൻ ബോഡി പോലും കിട്ടിയില്ല. അമ്മ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. ഏയ്, എന്ത് ബുദ്ധിമുട്ട്? ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇതൊക്കെ. പട്ടാളക്കാരൻ്റെ വിധവ എന്ന രീതിയിൽ ജോലി കിട്ടി. പിന്നെ ഷീ മാരിഡ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയെന്ന്. അച്ഛൻ്റെ അനിയനാ എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ. ഓക്കെ, എത്ര വർഷമായി കളരി ചെയ്യാൻ തുടങ്ങിയിട്ട്? നിയർലി 14 years. ചെയ്ത സീരീസ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഞങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാൻ. സോറി, ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു 4 ചുവട് കാട്ടിത്തരാൻ പറ്റുമോ ഇപ്പോൾ? അല്ല, അതെങ്ങനെ ഈ മുറിക്കകത്ത് ചൂട് വയ്ക്കാൻ പറ്റുന്ന? അല്ല, മുറിക്കകത്തല്ല, പുറത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. മോളെ, മിസ്റ്റർ സന്ദീപ്, ഞാൻ വെയിറ്റ് ഔട്ട്സൈഡ്. ഇന്റർവ്യൂവിന്റെ റിസൾട്ട് ഉടൻ പബ്ലിഷ് ചെയ്യും. ഓക്കെ. മോളെ, ഈ സർട്ടിഫിക്കറ്റ് നീ കണ്ടില്ലേ? ഹീസ് ഓക്കെ. എന്റെ അച്ഛാ, അത് എനിക്കും അറിയാം. പക്ഷെ ഇപ്പൊ പറഞ്ഞാലേ നമ്മുടെ വില പോവും. അയാൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യട്ടെ എന്നേ. പറഞ്ഞതെങ്ങനെ തന്നെ പതിരാവായല്ലോ പൊന്നെ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും പറഞ്ഞതങ്ങനെ തന്നെ പതിരാവായല്ലോ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാ വല്ല രക്ഷയുണ്ടാ? നിറഞ്ഞ കൃഷ്ണനെ കാണാൻ കലാമണ്ഡലം ശങ്കരൻ നമ്പൂരി അല്ലേ അത്? അതെ. എന്താ പരിചയണ്ടാ? കൊള്ളാം, എനിക്കറിയാം. പക്ഷെ എന്നെ
രാജാവിനെ എല്ലാരും അറിയും. ആ അതേപോലല്ലേ അദ്ദേഹത്തിന്റെ ഭീമൻ. എന്ത് രാജാവ്, നല്ല കലാകാരന്മാർക്കൊക്കെ ദാരിദ്ര്യല്ലേ വെച്ചിട്ടുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് ദുശാസനവാദം ആടണമെന്ന് പറഞ്ഞപ്പോ എന്നെ ആട്ടി പുറത്താക്കിയില്ലെന്നേ ഉള്ളൂ. പിന്നെ 350 റുപ്യ ദിവസം ബാറ്റിംഗ്, അരങ്ങിന്റെ അന്ന് 4000 തരാന്ന് പറഞ്ഞപ്പോ ചാടി വീഴുമായിരുന്നു. ദാരിദ്ര്യം. ആ ആ സന്ദീപിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓ താങ്ക് യു സർ. 3 മിനിറ്റാണ് കളക്ടറേറ്റിന് മാറ്റി വെച്ചിട്ടുള്ളത്. കൊള്ളാവുന്ന കുറച്ച് പേരെ കൂടെ സെലക്ട് ചെയ്തിട്ട് പ്രോഗ്രാം നന്നാക്കേണ്ട ചുമതല കൂടി സന്ദീപിനാണ്. എന്താ വിരോധമുണ്ടോ? എന്ത് വിരോധം സർ, ഇറ്റ്സ് എ പ്ലഷർ. ഏതായാലും പ്രോഗ്രാമിന് 2 ആഴ്ച സമയമുണ്ടല്ലോ. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞെത്താം. അതൊന്നും പറ്റില്ല. എല്ലാ ദിവസവും വന്ന് പ്രാക്ടീസ് ചെയ്തോണം. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യണം. ഇവിടുന്ന് ബാറ്റ് തരും. അക്കോമഡേഷൻ ഒക്കെ സ്വന്തം ചെലവിൽ. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ മോളെ. സന്ദീപ് ഇവിടെ കൂടിക്കോട്ടെ. ഇവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ. അതല്ല അച്ഛാ, അവരൊക്കെ പ്രായം പക്വതയുള്ളവരല്ലേ. ഇതൊരു ചെറുപ്പക്കാരൻ. ഇവിടെ പ്രായമായ പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ. നീ പ്രായമായ പെൺകുട്ടിയല്ലേ? നിന്നെ നോക്കാൻ നിനക്കറിയാലോ. അറിയാം. അപ്പൊ മറ്റുള്ള പെൺകുട്ടികളെ നോക്കേണ്ട ചുമതല നിനക്കാണ്. മനസ്സിലായില്ലേ? ശങ്കരേട്ടാ, മമാലി സന്ദീപിന് മുറി കാണിച്ചു. വന്നോളൂ. ശങ്കരേട്ടാ, ആ രൗദ്രഭീമന് ദേഷ്യം അല്പം കൂടെ ആവാട്ടോ. ആ അലർച്ചേ. എന്നാ കുട്ടി തന്നെ കെട്ടിക്കോളാ വേഷം, എന്നിട്ട് തൊണ്ട പൊട്ടി അലറിക്കോളാ. ആ ഇതാണ് ഔട്ട് ഹൗസ്. ഒരു 5-6 തലമുറയ്ക്ക് മുമ്പേ പണിതിട്ടതാ. ഇനി ഇത് നിലനിർത്തി കൊണ്ടുപോകാനാ പാട്. ആ ഇതാ മുറി. സൗകര്യം പോലെ ഉള്ള സൗകര്യത്തിലൊക്കെ അങ്ങോട്ട് കഴിയാം. ഇനി യാത്രാക്ഷീണം മാറാൻ ഒന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തൊരു കുളിമുറി ഉണ്ട്. അതെല്ലാം ഒന്ന് വിസ്തരിച്ച് നീന്തി കുളിക്കാനാണെങ്കിൽ താഴത്തൊരു കുളമുണ്ട്. ആ പിന്നെ കുളിച്ച് അധികം സമയം കളയണ്ട. താഴത്ത് ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. എനിക്ക് വെച്ചിരുന്നു. വേഗം വാ. ഡൈനിങ് ടേബിളിലും സെറ്റിയിലും തറയിലും ഒക്കെ ഇരുന്ന് ഓരോരുത്തർക്ക് അങ്ങ് കഴിച്ചിട്ട് പോയാ മതിയല്ലോ. ആ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ വൃത്തിയാക്കാൻ. ഇതൊക്കെ ഒരു സ്ത്രീയുടെ കടമയാണ് കുട്ടി. അതെ, അതങ്ങ് പണ്ട് നമ്പൂരിയാരുടെ ആത്തോരമ്മയുടെ കാലത്ത്. ഇന്നത്തെ പെൺകുട്ടികളെ അടുക്കളയെ മാത്രം ഒതുങ്ങിക്കൂടുന്നവരല്ല, ആണുങ്ങൾക്കൊപ്പം എവിടെയും മുന്നിട്ട് നിൽക്കുന്നവര്. അങ്ങനെയാണെങ്കിലേ 2 ദിവസമായില്ലോ തെങ്ങാറിനെ കുമാരനെ കാണുന്നില്ല, അലിക്കം ചെന്ന് നോക്കെന്നും പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കണ്. ഈ ആണുങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണെങ്കിൽ തന്നെ തലങ്ങ് കയറി തേങ്ങയിട്ടൂടെ? ഞാൻ കേറി തേങ്ങ എന്നാ കാണണോ? അല്ല അതിപ്പോ അങ്ങനെ ചോദിച്ചാ കുമാരൻ കയറിയാലും ഗംഗക്കുട്ടി കയറിയാലും ഈ തേങ്ങ അല്ലേ വാശി പിടിപ്പിക്കണ്ട അലിയേ. അവള് ചിലപ്പോ തെങ്ങയിലും വലിയ കയറും. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഒത്തോന്ന് വീണാലും നമ്മൾ തന്നെ കണ്ടുവരില്ലേ? ഓ ഒന്ന് മാറി നിക്കന്റെ കാർത്തിയാനിയെ. ഈ സാമട്ടി നിന്ന എപ്പ തീരാനാ? ഇതെന്റെ വക സ്പെഷ്യൽ, ഞാൻ സ്വയം ഉണ്ടാക്കിയ കറി. എങ്കിൽ മുഹമ്മദ് അലിക്ക് തന്നെ ആദ്യം കൊടുത്തോളൂ. കുഴപ്പമില്ല വെച്ചാ നമുക്ക് വിളമ്പിയാ മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആരും കഴിക്കണ്ട. എന്താ മോളെ അയാളുടെ തമാശ പറഞ്ഞു വെച്ച് ഇയാളെന്താ നിന്നുകളെ ഇരിക്കൂ. തിരക്കഴിയട്ടെ, ഞാൻ പിന്നെ കഴിച്ചോളാം. അങ്ങനെ തോന്നുമ്പോ കഴിക്കാൻ ഇവിടെ പറ്റില്ല. 2ാമത് ഇതെല്ലാം എടുത്തോണ്ട് വന്ന് വിളമ്പാൻ എനിക്ക് നേരമില്ല. എന്റെ മോളെ വന്ന് കയറി അവിടെ നീ അയാളെ ഇങ്ങനെ ഭരിക്കാതെ. നീ ഇത്രക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാ പിന്നെ കുഴപ്പമില്ല, സഹിച്ചോളും. അതെ ഞങ്ങളെയൊക്കെ പോലെ. എന്തോ ഒന്നുകൂടെ പറഞ്ഞേ, എന്നെ സഹിക്കുന്ന കാര്യം. അയ്യോ ഞാൻ പറയുന്നില്ലേ, പിന്നെ അത് ചീത്തയാക്കി ഇത് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്റെ ശമ്പളം കുറയ്ക്കാനല്ലേ. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ഇന്നെന്താ പാൽപ്പായസം ഇല്ലേ കുട്ടിയെ? ഇല്ലത്തെന്നും പാൽപായസം കൂട്ടിയാണോ ഊണ്? അതിന്റെ വായന്ന് കേക്കട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നു കിട്ടോ. ഈ കുട്ടിയുടെ ഇത്രയും വർത്താനങ്ങൾ തന്നെയല്ലേ പാൽപ്പായസം? പക്ഷേ ഇന്നത്തെ പാൽപ്പായസത്തിന് ഇത്തിരി എരിവ് കൂടി പോയോ എന്നൊരു സംശയം. ഇവരൊക്കെയാണ് സാർ. അതൊക്കെയാണ്. എന്നാ ബാക്കി ഞങ്ങൾ സംസാരിക്കാം. പ്രാക്ടീസ് നടന്നോട്ടെ. ഒരാഴ്ചയെ സെപ്പറേറ്റ് ആയിട്ട് സമയം കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കമ്പൈൻ കേസിലാണ്. അവിടെയും ചിലപ്പോൾ കറക്ഷൻസ് വേണ്ടി വന്നേക്കാം. ഓക്കെ സാർ. അപ്പോ പറഞ്ഞ പോലെ ബാക്കി നാളെ തുടങ്ങാം. എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. ആദ്യമായിട്ടാ ഇവിടെ ഇത്ര എളുപ്പത്തില് ഇങ്ങനെ ഒരു സെലക്ഷൻ നടക്കുന്നത്. മൂപ്പർക്കല്ല ഇവിടെ വരുന്നവരെ പിടിക്കാത്തത്, മോളില്ലേ ഗംഗയ്ക്കാ.
അവള് വലിയ കലാതിലകാണെന്നൊക്കെ കരുതി ഈ തിരുവാതിര കളിക്കാൻ വരുന്നവര് വരെ ഈ പത്മാസുബ്രഹ്മണ്യത്തെ പോലെ നൃത്തം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കാൻ പോണ കാര്യമാണോ? അല്ല, ആ കുട്ടി കലാതിലകായിരുന്നോ? പിന്നെ എങ്കിൽ പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും ഐറ്റം ചെയ്തൂടെ? ഉണ്ടല്ലോ, അവളല്ലേ മോഹിനിയാട്ടം കൈകാര്യം ചെയ്യുന്നത്. ആ എത്തി. വൗച്ചർ ഒപ്പിടാൻ സാധാരണ എല്ലാരും ഓഫീസിലേക്ക് വരുവാ പതിവ്. വൗച്ചറോ? ആ അതായത് ഈ DA BA അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഒപ്പിട്ടോളൂ. ദാദാ ഇവിടെ. ആ. 100 രൂപയുള്ളൂ? 150 അടിയേ? അതെ, അത് അക്കോമഡേഷൻ ഇല്ലാത്തവർക്കാ. ഇയാൾക്ക് അതും ഉണ്ടല്ലോ. അങ്ങനെ ഉള്ളവർക്ക് 100 രൂപയുള്ളൂ DA. അതെന്ന് മുതല് ഞാൻ അറിഞ്ഞില്ലല്ലോ. രാവിലെ പത്രം വായിച്ചില്ലായിരുന്നോ? അതിന് കൊടുത്തിരുന്നു. ഇന്നത്തെ പത്രത്തിലോ? ഓ, അപ്പോ അത് ശരിയായിരിക്കും. ഇന്നത്തെ പത്രം ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാ. എനിക്കൊന്നും വേണമെന്നില്ല. ഇത്രയും വലിയൊരു പരിപാടി സഹകരിക്കാൻ കഴിഞ്ഞല്ലോ. അതുമല്ല, പത്മനാഭ സാറിനെ പോലെ വലിയൊരു കലാകാരനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം. അതെ അതെ, അത് നേരാ. പിന്നെ ഇത്തരം ഒരു പ്രോഗ്രാമിൽ പണം ഇങ്ങോട്ട് തന്നെ സഹായിക്കാന്ന് പലരും പറഞ്ഞതാ. പക്ഷെ കോംപ്രമൈസ് ചെയ്യാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല. അല്ല, അച്ഛൻ തയ്യാറായിരുന്നെങ്കിലും ഞാൻ സമ്മതിക്കില്ല. പ്രോഗ്രാം നന്നാവണല്ലോ. വരുന്നു. നേരം വെളുത്തില്ല, അതിനു മുന്നേ തുടങ്ങിയ ആക്രാന്തം. എന്റെ നന്ദിനി, ഇവിടെ തമ്പടിച്ചിരിക്കുന്ന കലാകാരന്മാരെ കണ്ടുപിടിക്കുക നീ. ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ്, കുളിസിയും വല്ലതും കാണാൻ പറ്റുമോ നോക്കി നിൽക്കുവാണോ? രാവിലെ ഒരെണ്ണം കണ്ടു. അതേപോലെ ഇനിയും വല്ലതും സംഭവിച്ചാലോ? രാവിലെ ഒന്ന് കണ്ടെന്നു? അയ്യേ. ആ ശാരദേ, നീ അകത്തുനിന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് ശരിയാക്ക് പോ. ശരിക്കും കണ്ടു കാണുവോ? അത് വെറുതെ പറഞ്ഞാണോ? രാവിലെ തന്നെ പുക വലിച്ചു കെട്ടിന്ന് പറഞ്ഞ് 2 വഴക്ക് പ്രതീക്ഷിച്ചതാ. അതുണ്ടായില്ല. ഇനി സന്തോഷമായിട്ട് ചുമക്കാം, അല്ല മരിക്കാം. അയ്യേ, ക്ലിയർ ആയിട്ട് കാണാം. കാണാന്ന് വിചാരിച്ച് കണ്ണും തട്ടി ഇങ്ങനെ തുറച്ചു നോക്കിക്കണമെന്നുണ്ടോ? അതത്ര നല്ല സ്വഭാവമല്ലല്ലോ. ഞാൻ തന്നെ ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ കണ്ടെടുത്തില്ലേ. കുടുംബത്തിൽ പറഞ്ഞവർക്കറിയാം എന്താ കണ്ടതും എന്താ കാണാത്തതും. എന്ത് കണ്ട കാര്യം കുട്ടി പറയുന്നത്? ഓ, ഒന്നും ഇല്ലേ. ഞാനൊരു സിനിമ കണ്ട ആത്മകഥം ചെയ്തു പോയതാണ്. സിനിമയോ? ഏത് സിനിമ? പുതിയ ഡീറ്റെയിൽസ് പടവാ, ചെമ്മീൻ. എന്താ കാണണോ? ചെമ്മീൻ സിനിമയിൽ എന്താ പത്ര ദേഷ്യപ്പെടാനുള്ളത്? സാമ്പാർ അത്ര നന്നായിട്ടില്ല എന്ന് വെച്ച് ദോശയുടെ എണ്ണത്തിന് കുറവൊന്നും കാണുന്നില്ലല്ലോ. 2 കൂടെ 10 ആകുമല്ലോ.
മനോഹരമായിരിക്കുന്നു. എന്ത്? അല്ല, ഈ ദോശയും ചട്നിയൊക്കെ നല്ല ടേസ്റ്റ്. ഓ, വെറുതെ പറഞ്ഞാണെന്ന് എനിക്കറിയാം. ഇരുട്ടത്തൊന്നും കാണാൻ പറ്റത്തില്ല. താൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കെല്ലാം വളരെ വ്യക്തമായിട്ട് കാണാം. ഇത് ദോശ, ഇത് ചട്നി, ഇത് സാമ്പാർ. ഇതൊക്കെ തൽക്കാലം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെന്താ? ഇന്ന് ചാട്ടവും വെള്ളമൊന്നും കണ്ടില്ലല്ലോ, എന്ത് പറ്റി? അല്ല, ഈ കുട്ടി എന്റെ കാഴ്ചശക്തി പരിശോധിക്കായിരുന്നു. ആ ചട്നി എടുത്തേ. ഇവിടെ മനുഷ്യൻ ജീവിതം തന്നെ കരിഞ്ഞോ എന്നുള്ള സംശയത്തിൽ ഇരിക്കുക. അപ്പോഴൊരു സാമ്പാർ. എന്താ പറ്റിയത് നിനക്ക്? ഇന്നലെ എല്ലാം കറക്റ്റായിട്ട് ചെയ്താണല്ലോ. സോറി, വല്ലാത്ത തലവേദന. ഇന്ന് വേണ്ട അച്ഛാ. പെൺകുട്ടികളുടെ കുളിസീൻ കാണുന്നത് നിർത്തിക്കാൻ ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്റർനെറ്റും ബ്ലൂടൂത്തും ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ഉള്ള കാലല്ലേ. എപ്പോഴാ ഓരോരുത്തരുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്ത വരുമെന്ന് അറിയില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒന്നും മനസ്സിലുണ്ടാവില്ല എന്നറിയാം. എന്നാലും അമ്മയില്ലാത്ത കുട്ടിയല്ലേ ഞാൻ. അതുകൊണ്ടേ ഇത്തിരി മുൻകരുതൽ കൂടുതലാ. നല്ല കാറ്റ് കെട്ടിക്കൊണ്ടിരുന്ന അതും ഇല്ലാണ്ടാക്കി. അതെ, കാറ്റിനാ നല്ല ഫാൻ ഒരെണ്ണം മേലെ കിടന്ന് കറങ്ങുന്നത്. ഫുൾ സ്പീഡിൽ ഇട്ടാ മതി കേട്ടോ. പിന്നെ താഴെ ഞാൻ സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. വന്ന് കുടിച്ചാൽ ഈ ക്ഷീണം അങ്ങ് മാറി കിട്ടും. എന്റെ അടുത്താ കളി. വരൂ, ഇറങ്ങി വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. ആ ജനകോടികളുടെ വിശ്വസ്തനായ നമ്മുടെ മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ധീരതയോടെ ഭരിച്ചോ. ലക്ഷം ലക്ഷം പിന്നാലെ. ഓ, ഈ കരിമ്പൂച്ചയായിരുന്നു. ആ, എന്നാ തൊട്ടു പുറകിലുണ്ടാകും വകുപ്പ് മന്ത്രി. ധീരതയോട് പറന്നോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. അത് ബോംബ് ചാവരുമല്ല സാർ, അങ്ങേ സ്വീകരിക്കാതെ വെടിക്കട്ടാ. ഞാൻ കരുതി ബോംബ് പൊട്ടിയായിരിക്കുന്നു. ഞാനും ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളതാണല്ലോ. അതെന്നു മുതൽ? ഇന്ന് മുതൽ. എടാ മണ്ട, ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലേലും അങ്ങനെ പറഞ്ഞ് പരത്തണം. എന്നാലും ഇന്നത്തെ കാലത്തൊരു വില ഉണ്ടാവൂ. മനസ്സിലായ? എന്താ കറുത്ത വിശാത്തിന്റെ പേര്? ആ, എന്താ കണ്ടാൽ സുഖല്ലേ? എവിടെയാണ് ഈ കോള ഉത്സവത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നത്? കോളോത്സവം കേരളോത്സവ രണ്ടും ഒന്നു തന്നെ. കൊക്കോ കോളയിൽ ഇതിന്റെ സ്പോൺസർ എവിടെയാ? അതാ അവിടെയാണ് സാറേ. വരൂ. ആ, എവിടം വരെയായി റിഹേഴ്സലൊക്കെ? ആ, നടക്കുന്നു. ആ, അങ്ങനെ നടന്നാ പോരാ, വെട്ടി തിളങ്ങണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ആ കോള ഉത്സവത്തെ കേരള ഉത്സവത്തിന്റെ ചുമതല ഇവിടെ കിട്ടിയത്. എന്റെ നിയോജകമണ്ഡലം കൂടിയാണല്ലോ ഇത്. ഈ കുട്ടിയാണോ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നത്? സിനിമാറ്റിക് ഡാൻസ്? അതെ, സിനിമാറ്റിക് ഡാൻസ് ഇല്ലാതെ എന്ത് കേരളോത്സവം? അറിയാലോ. പിന്നെ ആ മിമിക്രി അവതരിപ്പിക്കുന്നവരോട് പ്രത്യേകം പറയണം, മുക്കനിട്ട് ശരിക്കൊരു താങ് കൊടുക്കാൻ. എന്തൊരു ചൂടാ. AC ഇല്ലാതെ ജനങ്ങൾ സേവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. ആ കുട്ടികളൊക്കെ വിളിക്കൂ. കുട്ടികളോ? ആ, നൃത്തം ചെയ്യുന്ന കുട്ടികൾ. അവർക്ക് ചില നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാറുണ്ട്. ആ, കൊടുത്തോളൂ. ഇതാ. കണ്ണുകൾ സമുദ്രങ്ങളാവണം, കൈ മെയ്യാവണം, മെയ് കാലാവണം, കാലുകൾ ഇത്രയും വരെ കാണാവുന്ന ഡ്രസ്സുകൾ ഇടണം. ഡ്രസ്സുകൾ കുറയും തോറും പരിപാടിയുടെ ആകർഷകത കൂടും. സംഗതി വരും. ഏത്? കേരളത്തിലെ തനത് കലകളാ ഞങ്ങൾ അവതരിപ്പിക്കുക. സാർ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. നോക്കിയില്ലെന്ന് ആര് പറഞ്ഞു? ഐശ്വർ റോയി അഭിഷേക് ബച്ചൻ വിടുന്നില്ല. നമിതയ്ക്ക് ഡേറ്റ് ഇല്ല. ഷക്കീലൊക്കെ ആണെങ്കിൽ പഴയ മാർക്കറ്റ് ഇല്ല. ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ മറ്റത് ചെയ്യും. എങ്കിൽ ഇയാള് തന്നെ കുട്ടി ഉടുപ്പിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറേണ്ടി വരും. എന്താ പറഞ്ഞത്? അത് പിന്നെ ഈ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കേണ്ട കുട്ടികൾ പനി പിടിച്ച് കിടപ്പിലായതുകൊണ്ട് ഇന്ന് വന്നില്ല സാർ. ഓ, പൂവർ ഗേൾസ്. ഞാൻ അവരെ പോയി ആശ്വസിപ്പിക്കാം. അയ്യോ, അത് വേണ്ട സാർ. അല്ല,
എല്ലാ പേർക്കും എങ്ങനെ ഒരുമിച്ച് പനി പിടിച്ചു? അത് മനസ്സിലായി മനസ്സിലായി. ഓ. മഴ നൃത്തമായിരിക്കും അവതരിപ്പിക്കുന്നത്. ആ. അപ്പോൾ റിഹേഴ്സലിന് മഴ നനഞ്ഞാൽ പനി പിടിക്കുമല്ലോ. ഗംഭീരമായിരിക്കണം മഴ. ഓക്കെ, ഗേറ്റ്സ് എല്ലാം ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിലായിരിക്കണം. അതിലൂടെ ഇങ്ങനെ മഴ പെയ്ത് പെയ്തിറങ്ങണം. മഴ പെയ്യാണ്, മഴ പെയ്യാണ്, മഴ തുള്ളി നിർത്ത. കൊഞ്ഞാണന്മാരി ഒരു പാട്ട് പാടാൻ സമ്മതിക്കില്ല. വൃത്തികെട്ടവന്മാരി. മുകുന്ദനേ സാനന്ദം കണ്ടീട വിപ്രന്നവാരി മുകുന്ദനേ സാനന്ദം കണ്ടീട A plus b the whole square is equal to a square plus minus. ആഹാ, ഇതെന്താ ട്യൂഷൻ ടീച്ചറിന്റെ പണിയുണ്ടോ? പുറത്ത് സംഗീത സദസ്സ് നടന്നുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? വെറും സംഗീതമല്ലല്ലോ, കഥകളി സംഗീതമല്ലേ? കേരളോത്സവത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയ പിന്നെ ആദ്യ സംഗീത സഭ. അതിനു മുമ്പേ അച്ഛനും അലിക്കും എന്നും ഇതായിരുന്നു പരിപാടി. അല്ല, ഈ അലീക്ക എന്നും വരുമായിരുന്നു ഇവിടെ? ഈ സന്ദീപേട്ടന് ഒന്നും അറിയില്ല ചേച്ചി. അലീക്ക താമസിക്കുന്നത് ഇവിടെയല്ലേ? ആ, ഇടയ്ക്ക് ഒരു ആക്സിഡന്റിൽ പെട്ട് അലീക്കയ്ക്ക് പാടാൻ പറ്റാണ്ടായി. ശബ്ദമില്ലാതായ ഗായകനെ ആർക്കു വേണം? വീട്ടുകാർ വരെ തഴഞ്ഞു. ക്ഷേത്രകല കൊണ്ടു നടക്കുന്നെന്നും പറഞ്ഞു പള്ളിക്കാരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൊരു ഒരു ആശ്രയം. കൂട്ടുകാരന് വേണ്ടി ചെയ്യാവുന്ന ചികിത്സ ഒക്കെ ചെയ്തു. ഇവിടെ കലാനികേതനിൽ ജോലിയും കൊടുത്തു. ആ സ്നേഹം കൊണ്ടാ പിന്നെയും പാടാമെന്നായിട്ടും അലീക്ക ഞങ്ങളെ വിട്ടു പോവാത്തത്. പാടാൻ പറ്റാണ്ടിരുന്ന കാലത്ത് ഒരു ചികിത്സ പോലെ അച്ഛൻ തുടങ്ങി വെച്ചതാ ഈ സംഗീത സദസ്സ്. അത് എപ്പോഴും തുടരുന്നു. എന്താ മോളെ കഴിക്കാൻ? ഓ, സംഗീത സഭ പിരിഞ്ഞോ? ഇനി ടി വി വെക്കാലോ? ഓ ന്യൂസ് വെക്ക് മോളെ. മുംബൈയിലെ രാജ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കുന്ന ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവരുടെ സംഖ്യ 87 കൊല്ലപ്പെട്ടവരിൽ 9 പോലീസുകാരും 12 ഭീകരരും ഉൾപ്പെടുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് 13 പേരടങ്ങുന്ന സംഘം മുംബൈയിലെ ജനത്തിരക്കേറിയ വിവിധ സ്ഥലങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടത്. അക്രമത്തിന്റെ പാത വെടിഞ്ഞ് അഹിംസയുടെ പാതയിലൂടെ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന് ലോകത്തെ കാട്ടിക്കൊടുത്ത മഹാത്മാവിന്റെ ഭൂമിയാണിത്. ഇവിടെ തന്നെയാണല്ലോ ഇതൊക്കെ കാണേണ്ടി വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അഹിംസയുടെ വഴിയിലൂടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞ ആ മഹാത്മാവിന്റെ നെഞ്ചിന് നേരെ തന്നെ ആദ്യം നിറയൊഴിച്ചവരുടെ ഭൂമിയായത്. അത് മറക്കണ്ട. അക്രമികളിൽ ഒരാളായ സയ്യിദ് അലി ഗസൻ സർ എന്നയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ റോയ്ക്ക് കൈമാറുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.
ഇവനിൽ നിന്നും ചില ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. മിഷൻ 2009 എന്ന് പേരിട്ടിരിക്കുന്ന ആ പ്ലാനിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇവനും അറിയില്ല. പക്ഷേ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവിൽ കറാച്ചിയിൽ നിന്നും പ്രത്യേക ട്രെയിനിങ് നേടി ഏതോ ഗൂഢലക്ഷ്യവുമായി ഇന്ത്യയിലെത്തിയ ചിലരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ മേനോൻ. യെസ് സർ. മുഹമ്മദ് കമാൽ, സലീം മുബാറക്, അൻവർ ഇബ്രാഹിം, ഇവൻ ജാവേദ് ഇബ്രാഹിം. ഇവരുടെയൊക്കെ പേരും ഫോട്ടോസ് അല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസ് അറിയില്ല സാർ. ഇവരെ പറ്റി നമുക്ക് ലഭിച്ച വിവരങ്ങളും ഫോട്ടോയും മറ്റെല്ലാ സ്റ്റേറ്റ് പോലീസിനും എത്തിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരു ആന്റി സോഷ്യൽ ഗ്യാങ് എന്ന് മാത്രമേ ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുന്നുള്ളൂ. മേനോൻ സർ. ബാക്കി കൂടെ. ഇമ്രാൻ നസീർ, സത്താർ, കണ്ടില്ല. നമുക്ക് കളിക്കാം. ബോൾ കിട്ടി. ബോൾ ചേടാ രക്ഷോട്ട്. ആ അൻവറേ, നീ ആ കേച്ചേരി വായനശാല വരെ പോണം. അവിടെ കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാനുണ്ടത്രേ. ശരിക്കാ. മുംബൈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ നിന്ന് ഹർത്താൽ നടത്തണമെന്ന് കേട്ടു. ഇന്ന് കട ഓർക്കുന്നുണ്ടോ? റോഡ് സൈഡിൽ പഴയ പുസ്തകങ്ങൾ വിൽക്കണം, നമുക്കെന്ത് ഹർത്താലും ബന്ധും. ഇനി അഥവാ ആരെങ്കിലും കച്ചവടം നിർത്താൻ പറഞ്ഞ പൂട്ടി കെട്ടിങ്ങി പോരും, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ പോണ്ട. നീ ഇങ്ങനെ പേടിക്കാതെ മുംതാസ്, ഒരു കുഴപ്പമില്ല. പേടിക്കാതെ പിന്നെ തലയിൽ തട്ടോട്ട് പുറത്തിറങ്ങുമ്പോ തന്നെ ഒരു ജാതി നോട്ടാ ചിലർക്ക്. ഏതാണ്ട് നമ്മളും തീവ്രവാദി എന്ന മട്ടില്. ആ സത്താറോ, വരൂ കഴിക്കാം. വേണ്ടേക്കാ, പോയിട്ട് ഇത്തിരി തിരക്കണ്ടേ. ഇത് വാടക. ആഹാ, ഇത് ഒരുപാടുണ്ടല്ലോ. ബഷീർക്ക് വെച്ചോ, ഞാനിവിടുന്ന് ഒരുപാട് ചോറുണ്ടിട്ടുള്ളതല്ലേ. ഈ പഴയ പുസ്തക കച്ചവടത്തിൽ നിന്നൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനാ? അത് ശരിയാവില്ല സത്താറേ. അർഹിക്കാത്ത പണം കയ്യിലിരുന്നാൽ പൊള്ളും. പഴയ പുസ്തക കച്ചവടവും ഈ കിട്ടുന്ന കെട്ടിട വാടകയൊക്കെയായി ഞങ്ങൾ സന്തോഷമായിട്ടും കഴിഞ്ഞോളാം, അല്ലേ? അതെ, പക്ഷേങ്കില് ഈ ഷോറതിന് കണക്ക് പറച്ചിൽ ഇന്നത്തോടെ നിർത്തിക്കൊള്ളുമെന്ന് മാത്രം. ഇതാ കേട്ടല്ലോ, അതാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ഇവിടെയാണ് സമ്മേളന വേദി. നഗരത്തിൽ നിന്ന് 3 വഴികളിലൂടെ ഇവിടേക്ക് എത്താം. കേരളോത്സവം നടക്കുന്ന ദിവസം, പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഫോറിൻ ഡെലിഗേറ്റ്സും ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ഈ 2 റോഡുകളും ബ്ലോക്ക് ആയിരിക്കും. ഈ പ്രധാന പാതയിലാകട്ടെ വെരി ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. ഓക്കെ, കലാനികേതന്റെ ഒപ്പമായതുകൊണ്ട് കർശനമായ ചെക്കിങ്ങിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടും. പ്രസിഡന്റിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ഉടൻ ഞങ്ങളുടെ കലാപരിപാടി ആരംഭിക്കും. ആ സമയം നമ്മൾ ലക്ഷ്യമിട്ട VIP-കൾ സദസ്സിന്റെ മുൻനിരയിലുണ്ടാവും. സ്ഫോടക വസ്തുക്കൾ ഗ്രീൻ റൂമിൽ വരെ എത്തിക്കാൻ എനിക്ക് കഴിയും. അവിടെ നിന്നുള്ള ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഗ്രീൻ റൂമിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ എത്തിക്കും? അത് കൃത്യമായിട്ട് പറയണം. പ്രോഗ്രാമിൽ ഒരു വള്ളംകളിയുണ്ട്. സ്റ്റേജിന്റെ ഇരുട്ടും ലൈറ്റ്സും ഉപയോഗിച്ച് നദിയുടെ ഒരു ഫീൽ ഉണ്ടാക്കി സ്റ്റേജിൽ തുഴയുന്ന രീതിയാണ് ആ പ്രോഗ്രാമിന്. അതിനുവേണ്ടി ഒരു വള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. വള്ളത്തിന്റെ അടിഭാഗം വെട്ടിമാറ്റി അതിനുള്ളിൽ ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ നമുക്ക് കഴിയും. ഒരു പ്രത്യേക ലോറിയിലായിരിക്കും ആ വള്ളം എത്തിക്കുന്നത്. സ്റ്റേജിനടുത്ത് വള്ളം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനടുത്തുണ്ടാവും. പെർഫോമിംഗ് ഡ്രസ്സിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കില്ല. യെസ്, അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ. സ്റ്റേജിന് പിന്നിലുള്ള വള്ളത്തിൽ അതിശക്തമായ ഒരു സ്ഫോടനം നടന്നാൽ സ്റ്റേജിന് മുന്നിലുള്ള VIP-കൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഒന്നെങ്കിൽ വള്ളത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ മാറ്റിയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേജിൽ വള്ളംകളി നടക്കുമ്പോൾ സ്ഫോടനം നടക്കണം. അങ്ങനെ ആവുമ്പോൾ VIP-കളടക്കം മുൻനിരയിലിരിക്കുന്ന ആരും രക്ഷപ്പെടില്ല. സലീം മുബാറക് ഇന്ന് വൈകുന്നേരം എത്തും. ഞാൻ ഈ പ്ലാൻ അയാളോട് വിശദീകരിക്കാം. അയാൾ ഓർഗനൈസേഷനോട് സംസാരിക്കട്ടെ. ഓക്കെ, അടുത്ത മീറ്റിംഗിന്റെ സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ഇൻഷാ അല്ലാ. നിങ്ങളൊക്കെ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? കുറെ നേരമല്ല തുടങ്ങിയിട്ട്. ഒന്ന് വേഗാട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മനസ്സിൽ ആദ്യം കൂടി വരുക. പരിപാടി നന്നാവോ കൊളാവോ? ഇവിടെ ചിലവർക്ക് ഒരു ചൂടുമില്ല. എന്താ കുട്ടിയെ, ആർക്കാ ചൂടില്ലാത്ത? എനിക്ക് തന്നെ, അല്ലാതെ ആർക്കാ?
ഈ പരിപാടിയെ കുറിച്ച് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കാരി ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കൂ. കളരിപ്പയറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ റിഹേഴ്സലിന് വരാതെ ചുറ്റിയടിക്കാൻ പോവോ? എന്തിനാ അധികം പറയണേ? കഥകളി വിദ്വാൻ ഇങ്ങനെ ഏത് നേരം നോക്കി ചോപ്പിച്ചിരിക്കോ? ചിരിക്കണ്ട, നാട് മൊത്തം തുപ്പലുകൊണ്ട് അഭിഷേകമാവും. ഡ്രസ് ചീത്തയാക്കാണ്ട് എണീറ്റ് പോടി. എന്റെ കുട്ടിയെ സെറ്റ് പണിന്റെ കാര്യം സംശയ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സന്ദീപ് കളരി ചിട്ടപ്പെടുത്തി കഴിഞ്ഞു. എൻ്റെ കാര്യം അറിയാലോ. കലാമണ്ഡലം ശങ്കരൻ നമ്പൂരിന് പകരം കലാമണ്ഡലം ഭീമൻ നമ്പൂരി എന്നാ എല്ലാവരും പണ്ടേ എന്നെ വിളിക്കുക. എനിക്ക് എന്തിനാ റിഹേഴ്സൽ? ദേ വരുന്നു കളരിയാശാൻ, തച്ചോളി മരുവൻ സന്ദീപ്. ഇയാൾക്ക് എവിടെയെങ്കിലും പോണോന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോക്കൂടെ? അപ്പൊ പോയതല്ല, പറയാതെ പോയതാണ് കുറ്റം അല്ലേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊന്നുമില്ലേ. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞേക്ക് പാടി. കളരിയാശാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആര്? അതിപ്പോ അച്ഛൻ അന്വേഷിക്കണമെന്നാ മോള് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചത് നാളെ ഒരു യാത്രയുണ്ടായിരുന്നു. ദൂരയാത്രയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. പക്ഷെ അയാൾക്ക് നല്ല സുഖമില്ല. സന്ദീപിന് ബുദ്ധിമുട്ടില്ലെങ്കിലേ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഡ്രൈവ് ചെയ്യാം. അപ്പൊ ആ പ്രശ്നത്തിലുള്ളൂ. താനൊരു കുടുംബാംഗത്തെ പോലെ ആയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാം. പ്രസാദം. ഇതാണ് മിഷൻ 2009 പ്ലാൻ. ഇത് മിഷൻ 2009 നടപ്പിലാക്കാനുള്ള എക്സ്പ്ലോസീവ് വെപ്പൺസ് ആൻഡ് ക്യാഷ്. രാവിലെ മട്ടാഞ്ചേരി വരെ ഒന്ന് പോകണം. അവിടുത്തെ ഒരു ഗുണ്ട ഗാങ് 17 പേരുണ്ട്. എല്ലാവരും നമ്മളോട് നല്ല യോജിപ്പുള്ളവരാ. പക്ഷേ എമൗണ്ടിന്റെ കാര്യത്തിൽ മാത്രം കുറച്ച് ധാരണ അവരുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തത് ഈ കാര്യത്തിൽ മാത്രമാണ്. സംഘടനയിലേക്ക് വരുന്നവർ പണം മാത്രം ലക്ഷ്യമിട്ടാവരുത്, ആശയങ്ങൾക്കാവണം പ്രാധാന്യം. പണത്തിന് മാത്രം പ്രാധാന്യമുള്ള ലോകമായത് എനിക്കും നിനക്കും എല്ലാവർക്കും. നാളെ ഒരു പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാൽ രാജ്യദ്രോഹിയായ മകന്റെ മയ്യത്തൊന്ന് കാണുക പോലും വേണ്ടെന്ന് സ്വന്തം ഉമ്മ പോലും പറയൂ. അങ്ങനെ പറയാനേ കഴിയൂ. അല്ലെങ്കിൽ അവരെ പിച്ച് ചീന്തു ഈ നാട്ടുകാര്. അപ്പൊ പിന്നെ സ്വന്തം ജീവനൊഴിച്ച് ബാക്കിയെല്ലാം സേഫാക്കി വെക്കണ്ടേ എല്ലാവർക്കും? അല്ല, നിന്റെ ഈ സെറ്റപ്പ് നമുക്ക് നല്ല വളക്കുള്ള മണ്ണാണല്ലോ. പുസ്തക കച്ചവടക്കാർ, ഹൗസ് ഓണർ, തൊട്ടപ്പുറത്ത് മദ്രസ. ഇല്ല, ഞാനതിന് ട്രൈ ചെയ്തിട്ടില്ല. എന്തെങ്കിലും സംശയം തോന്നിയ മിഷൻ 2009 ബാധിക്കും. അത് നേരാ. പക്ഷെ എനിക്ക് ശ്രമിക്കാമല്ലോ. സംഘടനയിൽ എന്റെ ദൗത്യങ്ങളിലൊന്ന് അതുകൂടിയാണല്ലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. സോറി ബഷീർക്ക, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഞാൻ സലീം, മോളിൽ താമസിക്കുന്ന സത്താറിന്റെ ഫ്രണ്ടാ. പത്രം വേണ്ട, വായിച്ചോളൂ. എനിക്ക് ഈ പത്രം വായനയിലൊന്നും വലിയ താല്പര്യമില്ല. ഇസ്ലാമിനെതിരായുള്ള ന്യൂസ് അല്ലാതെ വേറെന്താ ഇതിനകത്തുള്ളേ? നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ഇവർ കൊട്ടിഘോഷിക്കും. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ നമ്മുടെ സഹോദരന്മാരെ കൊന്നൊടുക്കുന്നത് പുറം ലോകം അറിയ പോലുമില്ല. ശരിയല്ലേ? എന്തോ എനിക്കതൊന്നും അറിയില്ല. അതൊന്നാണോ? നന്നായി പുസ്തകം വായിക്കുന്ന ആളല്ലേക്കാ. ഗുജറാത്തിലെ ഒരു മുസ്ലിം ഗ്രാമം മുഴുവൻ ചുട്ടരിക്കപ്പെട്ടതും ഗർഭിണിയുടെ വയറ് കീറി ഗർഭസ്ഥ ശിശുവിനെ വലിച്ചു പുറത്തിട്ട് ചവിട്ടി അരച്ചതൊക്കെ കണ്ണിപ്പെട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ഇത്തിരി പാടാ. മിസ്റ്റർ സലീം മുബാറക്. മിസ്റ്റർ സലീം, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗാന്ധിജിക്കൊപ്പം തോളുരുമ്മി പ്രവർത്തിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് ഞാൻ. സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് വേണ്ടി സ്വന്തം പേരിലുണ്ടായിരുന്ന ഒരു ഗ്രാമം മുഴുവൻ തീരെഴുതി കൊടുത്ത മുഹമ്മദ് ഖാലിഫ തങ്ങളുടെ ചെറുമകൻ. എന്റെ ഈ സിരകളിൽ ഒഴുകുന്നതേ മുസൽമാന്റെ ചോരയല്ല, ഒരു ഭാരതീയന്റെ ചോരയാണ്. ഇവിടെയും തുടങ്ങിയോ നിന്റെ കത്തിവെപ്പ്?
ഇവൻ ഇങ്ങനെ ബഷീർക്ക വെറുതെ വളവളാന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഒന്നും മനസ്സിലുണ്ടായിട്ടല്ല. ആ നീ പോയി കുളിച്ച് റെഡിയാവ്. എവിടെ പോണോന്ന് പറഞ്ഞല്ലേ? ആ കാലം വല്ലാത്തതാ. ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം. അൽഹംദുലില്ലാ. ആരൊക്കെയായി വരണത്? വരി വരി. അച്ഛാ എന്താ മോളെ? പത്ത് 17 വർഷം മുമ്പുള്ള കഥയാ, ഇവർക്കറിയാം. ഇപ്പോ നിക്കാഹ് നടന്ന സുനൈനയുടെ വാപ്പ റഷീദ് ഞാൻ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അയാളുടെ ബിസിനസ് എല്ലാം തകർന്ന് ഒന്നുമില്ലാതായപ്പോൾ റഷീദിനൊരു ദുർബുദ്ധി തോന്നി. കോയമ്പത്തൂർ ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്ത് 1.5 വയസ്സുള്ള സുനൈനയുടെ നാവിൽ വിഷം തേച്ചിട്ട് അയാളും ബീവിയും ആത്മഹത്യ ചെയ്തു. ഞാൻ ഈശ്വരനെന്നും റഷീദ് പടച്ചവനെന്നും വിളിക്കുന്ന അങ്ങേരുടെ തീരുമാനം ആ കുട്ടി മരിച്ചില്ല. ആരും ഏറ്റെടുക്കാനില്ലാത്ത അവസ്ഥയിൽ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. സരസ്വതിയും അവളെ സ്വന്തം കുഞ്ഞായി തന്നെ സ്വീകരിച്ചു. അങ്ങനെ കുറച്ചു കാലം അവൾ എൻ്റെ വീട്ടിൽ വളർന്നു. പിന്നീട് എനിക്ക് തോന്നി അവൾ വളരേണ്ടത് എൻ്റെ വീട്ടിലല്ല. അവിടെ വളർന്നാൽ അവളെൻ്റെ റഷീദിൻ്റെ മകളല്ലാതായി മാറും. മതം മാറും, ആചാരങ്ങൾ മാറും. സ്വന്തം സമുദായത്തിൽ നിന്ന് ഒരു വിവാഹാലോചന പോലും വന്നില്ലാതെ വരും. ഇപ്പൊ നമ്മൾ ആ വീട്ടിൽ പോയില്ലേ, സാധുക്കളാ, നിത്യവൃത്തിക്ക് തന്നെ കഷ്ടപ്പെടുന്നവര്. ഞാൻ ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അവർ സുനൈനെ ഏറ്റെടുക്കാൻ തയ്യാറായി. എന്ന് വെച്ച് അവരെങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുണ്ടോ? വിദ്യാഭ്യാസം ഉൾപ്പെടെ അവളുടെ സകല ചെലവും ഞാനങ്ങ് ഏറ്റെടുത്തു. ഇപ്പൊ തന്നെ ഈ നിക്കാഹ് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ മുൻകൈയെടുത്തത് ആരാ? മൂപ്പരാ. നമ്മുടെ കടമകൾ അതുകൊണ്ടും തീരുന്നില്ലല്ലോടോ. ഇനിയിപ്പോ പ്രസവം വരും. പെൺവീട്ടുകാരുടെ ചെലവല്ലേ അതൊക്കെ. നീ നോക്കിക്കോ, എന്നെ ആദ്യം മുത്തശ്ശ എന്ന് വിളിക്കുന്ന അവളുടെ കുട്ടിയായിരിക്കും. മുത്തശ്ശാന്നായിരിക്കില്ല, അവരുടെ രീതി അനുസരിച്ച് ഉപ്പുപ്പാന്നായിരിക്കും വിളിക്കുക. ആയിക്കോട്ടെ, എങ്ങനെ വിളിച്ചാലും എന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഇപ്പൊ അള്ളാന്നും ഈശ്വരാന്നും കർത്താവേ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ ശക്തിയെ തന്നെയല്ലേ. അത് തിരിച്ചറിഞ്ഞാ മതി, അവിടെ തീരും പ്രശ്നം. ഇപ്പൊ അള്ളാന്നും ഈശ്വരാന്നും കർത്താവേ എന്നൊക്കെ വിളിക്കുന്നത് ഒരേ ശക്തിയെ തന്നെയല്ലേ. അത് തിരിച്ചറിഞ്ഞാ മതി, അവിടെ തീരും പ്രശ്നം. എങ്ങനെയുണ്ട്? ഇതെങ്ങനെ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി തുടരുക, അതിന് മുടക്കം വരുത്തണ്ട. അച്ഛന് നന്നായി പനിക്കുന്നുണ്ടല്ലോ. ഓ എന്റെ കുഞ്ഞെ, ഇത് ഭയത്തിൽ നിന്നുണ്ടായതാണെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. മാറിക്കോളും, പേടിക്കണ്ട. സോറി. സാരെന്തിനാ സോറി പറയുന്നേ? ലോറിക്കാരൻ റോങ് സൈഡിൽ വന്നുകൊണ്ടല്ലേ. റോങ് സൈഡോ? അതാ ലോറിക്കാരെ കുഴപ്പമൊന്നുമല്ല, സന്ദീപേരും ശ്രദ്ധിക്കാഞ്ഞിട്ടാ. നീ ഒന്നും കണ്ടില്ല, അതാ ലോറിക്കാരുടെ കുഴപ്പം കൊണ്ട് തന്നെയാ. ആ ഗൗരി കുഞ്ഞ് പറഞ്ഞതാ ശരിയെന്നാ എനിക്ക് തോന്നുന്നു. താൻ റിഹേഴ്സലിന്റെ കാര്യം നോക്കുന്നോ അതോ ഇയാളുടെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നോ? ഓ അത് കൊള്ളാം. ടിപ്പർ ലോറികൾ കാലിന്റെ പണി ഏറ്റെടുത്തിരിക്കുന്ന കാല. ഒരു അപകടം നടന്നിട്ട് അതിന്റെ കാരണം അന്വേഷിക്കാൻ നോക്കുമ്പോ അതിനായി ഞാൻ പ്രത്യേക ശമ്പളം ചോദിച്ചില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പോവാ. മോളെ, എന്താ അച്ഛാ? നീ താഴേക്ക് ചെല്ലേ. ഒരു ചായ ഇപ്പൊ കൊണ്ടുവരാം. നീ പൊക്കോ. ആ ഇരിക്ക്. തനിക്ക് എന്താ പെട്ടെന്ന് പറ്റിയത്? ഞാൻ ആ സമയത്ത് എനിക്ക്
എനിക്ക് മനസ്സിലായി. സുനയനയുടെ കഥ കേട്ടപ്പോൾ താൻ പെട്ടെന്ന് തൻ്റെ മാതാപിതാക്കളെ ഓർത്തു. ശരിയല്ലേ? കഴിഞ്ഞതൊക്കെ മറക്കണം എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഒറ്റപ്പെട്ട് ജീവിച്ച കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കണം. തനിക്കിപ്പോൾ ഞങ്ങളൊക്കെ ഇല്ലേ? ദൈവം എന്താ എനിക്കൊരു ആൺകുഞ്ഞിനെ തരാത്തത് എന്നുള്ള സംശയം മാറിയത് താനുമായിട്ട് അടുത്തതിന് ശേഷമാണ്. സർവശക്തനായ ദൈവം എല്ലാം കാണുന്നവനല്ലേ. അണ്ണാ, ഇവരൊക്കെ നമ്മുടെ ശത്രുക്കൾ തന്നെയാണോ? ആ, ഇവിടെ വന്ന് നിൽക്കുക. ദേ, മര്യാദക്ക് ഈ ചായം കുടിച്ച് അച്ഛൻ്റെ അടുത്ത് പോയിരുന്നോണം. എന്നിട്ട് ഉത്തരവാദിത്തമായിട്ട് റിഹേഴ്സലിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണം. അതേ, കളരിപ്പയറ്റിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാത്തിലും ഒരു കണ്ണു വേണം. അതൊക്കെ ഞാൻ എന്തിനാ നോക്കുന്നേ? സാറിന് വയ്യെങ്കിലും ഗംഗയില്ലേ? അല്ല, ഇതുവരെ താനല്ലേ എല്ലാം ചെയ്തോണ്ടിരുന്നേ? അതൊക്കെ പണ്ട്. വേറെ ആളില്ലാത്തത് കൊണ്ട് കുറെ ഉത്തരവാദിത്തങ്ങൾ എന്റെ തലയിലായെന്നുള്ളത് നേര്. പക്ഷേ ഇപ്പൊ സന്ദീപേട്ടനുണ്ടല്ലോ. ഗ്ലിസറിനെടുക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അദ്ദേഹത്തെ പോയി ആശ്വസിപ്പിച്ചിട്ട് വരാം. ശരി സാർ. വിവരം അറിഞ്ഞോടെ തലസ്ഥാനത്ത് നിന്ന് തിരിച്ചതാ. ജനലക്ഷങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇവിടെ എത്തിയപ്പോ 4 ദിവസം കഴിഞ്ഞു മാത്രം. എവിടെ അദ്ദേഹത്തെ കെടുത്തിരിക്കുന്നത്? നമ്മുടെ പത്മനാഭൻ എംബ്രാന്തിരിയെ ആക്സിഡന്റ് ആയെന്ന് നിയോജക മണ്ഡല സെക്രട്ടറി വിളിച്ചു പറഞ്ഞപ്പോഴേ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. കണ്ണീരുടങ്ങിയിട്ടില്ല ഇതുവരെ. പത്മനാഭൻ എംബ്രാന്തിരിയുമായി അത്രക്കടുപ്പമാണോ അങ്ങേക്ക്? പിന്നല്ലാതെ, നമ്മുടെ പാർട്ടിയുടെ സജീവ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹം. പണ്ട് ഞാൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴല്ലേ അദ്ദേഹം കലാമണ്ഡലത്തിൽ പ്രിൻസിപ്പളായത്. സത്യം പറഞ്ഞാൽ ചിലർ സ്വാധീനം ചെലുത്തേണ്ടി വന്നു. നമ്മുടെ നാട്ടുകാരനല്ലേ, രക്ഷപ്പെട്ടെ എന്ന് കരുതി. എവിടെ അദ്ദേഹം? അദ്ദേഹത്തിന് മുമ്പിൽ 2 തുള്ളി കണ്ണുനീര് വീഴ്ത്താൻ എന്റെ ഹൃദയം തുടിക്കുന്നു. പറയൂ, എവിടെ അദ്ദേഹം? അദ്ദേഹം തന്നെ ഇദ്ദേഹം. പിന്നെ ആന്നോ? ആന്നു. ആളങ്ങും മാറിപ്പോയിട്ടോ? തടിച്ചോ അതോ മെലിഞ്ഞോ? എന്നെ ചെയർമാനാക്കാൻ എന്ത് സ്വാധീനം ചെലുത്തിയെന്ന സാർ മുമ്പേ പറഞ്ഞത്? 2 വർഷം കൂടെ ഞാൻ പ്രിൻസിപ്പലായിട്ട് തുടരണം എന്ന് വകുപ്പ് തലത്തിൽ തീരുമാനമെടുത്തപ്പോ സാറല്ലേ എന്നെ പുറത്താക്കണമെന്ന് വാശി പിടിച്ചത്? ഞാനില്ലാത്തപ്പോ ഇവിടെ വന്ന് ഷോ കാണിച്ച് പോയതൊക്കെ അറിഞ്ഞു. ഒരു വകുപ്പ് മന്ത്രിക്ക് ചേർന്ന സംസ്കാരമാണോ ഇതൊക്കെ? എന്ത് ചെയ്യാം, നായയുടെ വേഷം കെട്ടിയ കൊരക്കാതെ പറ്റില്ലല്ലോ. ആ, അത് ശരിയാ. പക്ഷെ കൊറേയൊക്കെ ഗേറ്റിന് പുറത്തു മതി. കേട്ടല്ലോ? ഓ, കേട്ടു. ആ, എന്നാ ഇരിക്കാം. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. അങ്ങനെ കാണണമെന്ന് തോന്നി, കണ്ടു, തൃപ്തിയായി. പോകാൻ തൃപ്തിയുണ്ട്. അപ്പോ അത്രയും കൊടുത്തത് നന്നായിട്ടുണ്ട്.
സർ ഇത് ഇത്തരം ചെറിയ കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച ബോംബുകളാണ് പല സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ചത്. അടുത്ത ദൗത്യവും അവർ ഇതേ ട്രാക്കിലൂടെ പോകുമെന്നതിന്റെ തെളിവാണിത്. മേനോൻ, സർ ഇത് നിർമ്മിക്കുന്ന ഫാക്ടറികളുടെ ലിസ്റ്റ് എടുക്കണം. സർ എവിടുന്നാണെന്ന് കണ്ടുപിടിച്ചാൽ നമ്മുടെ റൂട്ട് ക്ലിയർ ആവും. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. ഉസ്താദ് അകത്തുണ്ട്. പറഞ്ഞ പണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 കോടി ഉറുപ്പിക. ആ 17 പേർക്ക് നൽകുവാനും അവരെ സുരക്ഷിതമായി കാശ്മീർ കടത്തുവാനുള്ള പണം. മദ്യം ഇസ്ലാമിന് അറാമാണെന്ന് അറിയില്ലേ സലീം മുബാറക്കിനെ? ഇഷ്ടം പോലെ കാശല്ലേ കൈ വന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് സുഖിക്കാൻ പടച്ചോ നേരിട്ട് തന്ന കാശ് അല്ല, മുസ്ലിം രാഷ്ട്രം നിർമ്മിക്കാനുള്ള ഒരു മഹാസംഘടനയുടെ പണമായത്. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിന്റെ വിയർപ്പ്, ഇസ്ലാമിന്റെ ശത്രുക്കളെ തകർക്കാനുള്ള തുകയായത്. ഓപ്പറേഷൻ മുംബൈയിൽ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അവർ ഇസ്ലാമിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര യോദ്ധാക്കളായിരുന്നു. അവിടെ കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾ പെട്ടിക്കട നടത്തിയും ഭാരവണ്ടി വലിച്ചും ജീവിക്കുന്ന പ്രാരാബ്ധക്കാരും സർക്കാർ ജീവനക്കാരായ സാധാരണക്കാരുമായിരുന്നു. ഏത് ഇസ്ലാം സംഘടനയ്ക്കട അവരുടെ കുടുംബത്തിന് നഷ്ടം നടത്താൻ കഴിയുക? സലീം, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കണ്ടോടാ, 3 കോടി രൂപയത്. ഇതുമായി നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. കാശിന് വേണ്ടി മാത്രമാണ് ഞാനിതിന് കൂട്ടു നിൽക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലീസ് റോയും ഒക്കെ നമുക്ക് വേണ്ടി വലവിരിച്ചു കഴിഞ്ഞു. മുംബൈയിലെ പാകിസ്ഥാൻ കോളനിയിലെ നമ്മുടെ കൂട്ടുകാരെല്ലാം പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവരേത് നിമിഷവും ഇവിടെ എത്താം. ഒരു പോക്കറ്റടി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ വെച്ച് ഉസ്താദിനെ പരിചയപ്പെടുമ്പോൾ അയാൾ പറഞ്ഞത് ഒപ്പം നിന്ന മരണം വരെ കൂടെ ഉണ്ടാവുന്ന. ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഇനിയുമുള്ള ഇടപാടയുടെ PA ആയിട്ട് മതിയെന്ന്. അയാൾക്ക് നമ്മളുമായിട്ട് ബന്ധമുണ്ടെന്ന് പുറം ലോകം അറിയരുതെന്ന്. സ്വന്തം കാര്യം വരുമ്പോ എല്ലാവരും സെൽഫിഷാ, ഭയങ്കര സെൽഫിഷ്. ഞാനും. നമുക്ക് ഈ രാജ്യം വിടാം. ആരും അറിയാതെ വേറെ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. എന്തു പറയുന്നു? എടാ, ആലോചിക്ക്, നന്നായിട്ട് ചിന്തിക്ക്. നാളെ രാത്രി പുറംകടലെത്തിയാൽ ഒരു കപ്പലിൽ രക്ഷപ്പെടാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ ഒപ്പം കൂടുന്നുണ്ടെങ്കിൽ നാളെ രാത്രി. ഇന്നും ഉണ്ടോ കറക്കം? ദാ പേന. ഇന്നെന്ത് പറ്റി ഇത്രയധികം കാശ്? അക്കോമഡേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊറേ കാശ് ഞാൻ തരാണ്ടിരുന്നിട്ടില്ലേ, അതൊക്കെ ചേർത്താ ഇത്. അതെന്ത് പറ്റി? അക്കോമഡേഷൻ ഫ്രീ ആക്കിയോ? അങ്ങനെ തോന്നി. ചില കാര്യങ്ങൾ ഓപ്പണായി പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും, പ്രത്യേകിച്ച് എന്നെ പോലൊരു പെൺകുട്ടിക്ക്. അതൊക്കെ പറയാതെ മനസ്സിലാക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കണേ. മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ അച്ഛൻ്റെ സ്നേഹം നേടാനുള്ള യോഗ്യത ഇല്ലാത്തവനാ ഞാൻ. ദേ, എത്ര രാത്രി ആയാലും എങ്ങ് വന്നിട്ടേ ആഹാരം കഴിക്കാവൂ. ഞാൻ കാത്തിരിക്കും. വേണ്ട ഗംഗ, ഇനി കാത്തിരിപ്പ് വേണ്ട. നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കാണില്ല. ഞാൻ പോവാ, ഒരുപാട് ഒരുപാട് ദൂരേക്ക്.
എനിക്കറിയാലോ നീ വരുമെന്ന്. വേഗം വാ, പുറപ്പെടാം. ബോട്ട് റെഡിയാ. ആ ബോട്ടിൽ പുറപ്പെടുന്നത് നിന്റെ ശവമായിരിക്കും, സലീം മുബാറക്. സത്താർ, इधर इस हिंदुस्तान को इस्लाम का अपना देश बनाने के लिए हम पैसा दिए, उस पैसा लेकर तुम भागने का कोशिश किया साले। पकड़ो साले को। छोड़ दो मुझे, छोड़ो भाई साहब, मुझे छोड़ो। ये नहीं, छोड़ दो मुझे भाई साहब, प्लीज छोड़ दो मुझे। छोड़ दो मुझे भाई साहब, भाई साहब मुझे माफ कीजिए, मैं आपको भाई पड़ता हूँ भाई साहब। क्या सोचा तू हमारे बारे में है? तेरा साथी भागने का कोशिश किया तो दूसरे ने हमें कवर किया है? तू क्या सोचा हमारे हाथ से बच जाएगा है? साले सुनो, हमारे ऑर्गेनाइजेशन को दुनिया भर लिंक है, किधर भी जाएगा तो पकड़ जाएगा साले। ऐसा है हमारा ऑर्गेनाइजेशन का नेटवर्क। तू यहां से भाग सकता है, लेकिन एक बात याद रखना, तू यहां से जिंदा नहीं जाएगा, तेरा लाश जाएगा यहां से, समझा? എന്റെ പൊന്നു സാറേ, ഒരുപാട് പേര് ഇതുപോലെ ഇവിടുന്ന് കണ്ടെയ്നറും വാങ്ങി പോവാറുണ്ട്. അല്ലാതെ പോലീസുകാർ അന്വേഷിക്കുന്ന വിധത്തിലുള്ള ഒരിടപാട് ഇവിടെ നടക്കാറില്ല. ഓക്കേ മിസ്റ്റർ മേനോൻ, സാർ ദാ ഇത് നോക്കിയേ. ഈ ഫോട്ടോയിലുള്ള ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇയാൾ എന്തെങ്കിലും ഇവിടെ നിന്ന് ബൾക്കായി കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഇയാളെ കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഇവരിൽ ആരെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയാൽ. ഇയാള് പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട് സാർ. ബഷീർ എന്നയാളുടെ പേര്. ഫോൺ ചെയ്ത് ചോദിച്ചാ കണ്ടെയ്നർ അയച്ചു തരുമെന്ന് ഇയാൾ ചോദിച്ചിരുന്നു. ഇനി ഇയാൾ ഇവിടെ വരികയോ വിളിക്കുകയോ ചെയ്താൽ അപ്പോൾ ഞങ്ങൾ വിവരം അറിയിക്കണം. മേനോൻ. സാർ. സർ, an important message from Kerala police. ഹലോ. സലീം മുബാറക്. 2 നാൾ മുമ്പ് കായൽക്കരയിൽ അടിഞ്ഞ ബോഡി അത്. SP ഓഫീസിൽ റോ കൈമാറിയ ഫോട്ടോസിൽ ഇയാളുടേതും ഉണ്ടായിരുന്നല്ലോ. തൽക്കാലം ഈ ബോഡി റോ തിരിച്ചറിഞ്ഞിട്ടില്ല. പകരം നാളത്തെ പത്രത്തിലും ലോക്കൽ ചാനലിലുമെല്ലാം ഇയാളുടെ ഫോട്ടോ സഹിതം ന്യൂസ് കൊടുക്കണം. അവകാശികൾ ആരെങ്കിലും വരുമെന്ന് നോക്കട്ടെ. അവകാശികളോ? അതെ. ഇന്റർനാഷണൽ ടെററിസ്റ്റ് സലീം മുബാറക്കിന്റെ മൃതദേഹം ഇവിടെ കായൽ തീരത്ത് അടിയണമെങ്കിൽ അയാൾ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടാവണം, നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവണം, പലരും കണ്ടിട്ടുമുണ്ടാവണം.
ആരെങ്കിലും ഇയാളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വന്നാൽ ഈ ജീവൻ ഐസക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊരു വര വരയ്ക്കും. മിഷൻ 2009ലേക്ക്. എന്ത് പറ്റിയടോ? സ്റ്റേജ് കെട്ടുമ്പം തന്റെ ആശയങ്ങൾ കൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞ് കൂടെ വന്നിട്ട് എന്തോ ഒരു മൂഡൗട്ട്. യുവർ ഐഡിയസ് ഗ്രേറ്റ്. ആ ചിന്തകൾക്ക് മുമ്പിൽ എൻ്റെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല. ഒരു മിനിറ്റ്. ഹലോ, എന്തായി? ഞാനിപ്പോ ആ ഗ്രൗണ്ടിലാണ്. സ്റ്റേജിന്റെ കാര്യങ്ങളും നമ്മുടെ പ്രോഗ്രാമിൽ മാറ്റമൊന്നുമില്ല. അത് നടന്നിരിക്കും. എനിക്കറിയാം. കൃത്യമായ സ്കെച്ചുകൾ ഒരിക്കൽ കൂടി തയ്യാറാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ. എന്തെങ്ങനെ മാറി നിൽക്കുന്നേ? വാ നീ. വരാം. വാ, അവിടെ പ്ലാനിംഗ് ഒക്കെ നോക്കണം. വാ, ഇവിടെയാണ് സ്റ്റേജ്. ഗ്രൗണ്ടിൽ നിന്ന് 10 അടി ഉയരത്തിൽ. എന്താ നോക്കുന്നത്? 3000 സ്ക്വയർ ഫീറ്റ്. അച്ഛന്റെ മനസ്സ് തന്നെ മോൾക്കും അല്ലേ? ഇതെങ്ങനെയൊക്കെ വരുമെന്ന് അവൻ വന്നു കയറിയ ദിവസം തന്നെ എനിക്കറിയായിരുന്നു. ഒപ്പനയും കിപ്പനയും മാത്രം പോരാ, നല്ല തമിഴ് പാട്ട് പാടി ആളുകൾ ഹരം കൊള്ളിക്കണം. പിന്നെ മറ്റേ പാട്ട് എന്തായാലും വേണം. ഡാഡി മമ്മി വീട്ടിലില്ലേ, അതിലേക്ക് താരമില്ല, ഇപ്പൊ വന്ന എന്തെങ്കിലും നടക്കുമാ. സീഡി കയ്യിലില്ലേ? തമിഴ് എല്ലാ ആയിട്ടുള്ള പാട്ട് ഇതിനകത്തുണ്ട്. ഓക്കെ ഓക്കെ. അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനോട് പറയാതെ അങ്ങനെ ചെയ്യാനും പറ്റില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നതിന്റെ അപ്പുറം അദ്ദേഹത്തിനില്ല. അതെ, ഒരേ പായലുണ്ട്, ഒരു പാത്രത്തിൽ ഉറങ്ങിയവരല്ലേ. വന്നപ്പോഴേ നമസ്കാരം തന്നതാണല്ലോ, ഇനി ഇതിന്റെ ആവശ്യമില്ല. പെൺകുട്ടികളാവുമ്പോൾ റെസ്പെക്ട് ഒക്കെ മനസ്സിൽ മതി. എന്താ പോകുന്നത്? അവിടെ നിൽക്കാൻ. എനിക്ക് ഇനിയും നിർദ്ദേശങ്ങൾ തരാനുണ്ട്. എല്ലാം പൂർണ്ണമായി ഉൾക്കൊള്ളൂ. ഈ പിള്ളേരെന്താ ഇങ്ങനെ? ഞാൻ വെറുതെ ഈ വഴി പോയപ്പോ വോട്ട് ചോദിക്കാനായിട്ട് കേറിയതാ. ഓട്ടോ? അതെ, അടുത്ത ആഴ്ചയിലെ പഞ്ചായത്തിലെ 14-ാം വാർഡിലെ ബൈ ഇലക്ഷൻ. അതിന് ഇത് 7-ാം വാർഡല്ലേ? അതെ, 14-ാം വാർഡിലുള്ള 7 വന്നാല്. അപ്പോ എനിക്കതിന്റെ ഒരു... താങ്കളോട് മാന്യമായ ഭാഷയിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. താങ്കൾ ഇരിക്കുന്ന കസേരയോടൊത്തിരി ബഹുമാനം കാണിക്കുന്നത് ഒരു ദൗർബല്യമായി കണക്കാക്കരുത്. അല്ല, വോട്ട്... അതാ പറഞ്ഞത്, വോട്ടൊക്കെ ഗേറ്റിന് പുറത്ത്. അത് പറ്റില്ല സാർ. ഞാൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ സാറിന്റെ കുടുംബത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടി ഞാൻ... ഞങ്ങളുടെ എല്ലാ വോട്ട് സാറിന് തന്നെ. ഉറപ്പാ? ഉറപ്പ്. നന്ദി മാഷേ, ഞാൻ മരിച്ചാലും മറക്കില്ല. അപ്പൊ ദിവാര മോമാലി, നന്ദി മോളെ, നന്ദി. എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. ഞാൻ എന്തേ കാണുന്നേ? ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് ഇത്ര നന്നായി വരയ്ക്കെന്ന് പറഞ്ഞാൽ ഞാനിത് അച്ഛനെ ഒന്ന് കാണിച്ചോട്ടെ പ്ലീസ്. വേണ്ട. അതെന്താ? അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര തന്നെ. ഓ, പൂർത്തിയാവാത്ത കൊണ്ടായിരിക്കല്ലേ? അതെ. ഊണ് കഴിക്കാൻ വരാൻ പറഞ്ഞു അച്ഛൻ. അതെ, മലയിലെ ദേവീക്ഷേത്രത്തിൽ നാളെ കൊടിയേറ്റാ. വലിയ ശക്തിയുള്ള ദേവിയാ. സന്ധ്യക്ക് എനിക്കൊന്ന് കൂട്ടുവരുവോ? എനിക്ക് നാളെ വൈകിട്ട് പുറത്തു പോണം. എന്തു പറഞ്ഞാലും നിഷേധോ. ഇവിടെ തുടങ്ങിയ സൂക്കേടാ. പൂർത്തിയാവാത്ത പടം അച്ഛനെ കാണിച്ച എന്താ സംഭവിക്കാന്ന് വേണമെങ്കിൽ വന്നെടുക്കുക. തന്നിട്ട് പോകുന്നുണ്ടോ? കളിക്കാൻ തന്നെ കീറുന്നു. അതാരെയും കാണിക്കുന്നുണ്ട്. തരാനാ പറഞ്ഞ മനുഷ്യനെ മെനക്കെടുത്ത ഓരോന്ന് വന്നോളൂ. കളി ഒരല്പം കൂടി പോകുന്നില്ലേ എന്നൊരു സംശയം. അന്തോടത്തോളം നല്ല ചേർച്ചയാ. ആൾക്കാരെ കൊണ്ട് അത് പറയിപ്പിക്കാണ്ട് അങ്ങ്.
നീ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. കഴുത്തിൽ താലി കെട്ടാൻ യോഗ്യനായിട്ടുള്ള ഒരാളെ കണ്ടു കിട്ടിയാൽ ആദ്യം അത് അച്ഛനോട് പറയുമെന്ന് നീ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഊവ്, അതിലൊരു മാറ്റമില്ല. ഗംഗ അച്ഛനോട് തന്നെ ആദ്യം അത് പറഞ്ഞിരിക്കും. പക്ഷേ ഞാൻ കണ്ടെത്തിയ ആൾക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമുണ്ടോന്ന് അറിയണ്ടേ? ഞാൻ അയാളോട് സംസാരിക്കാം. അച്ഛൻ എനിക്ക് 2 ദിവസം കൂടെ സമയം തരണം. അതിനുള്ളിൽ ആ മനസ്സറിഞ്ഞിട്ട് എന്നിട്ട് മതി സംസാരം. അച്ഛൻ പേടിക്കണ്ട, ഗംഗ ഒരു ചീത്ത പേരും കേൾപ്പിക്കില്ല. മോശം. സത്താർ, ലോക്കൽ ചാനലിൽ 4 ദിവസം മുമ്പ് കായലോരത്തടിഞ്ഞ ഒരു അജ്ഞാത മൃതദേഹം കാണിക്കുന്നുണ്ട്. കണ്ടപ്പോ അന്ന് തൻ്റെ ഒപ്പം വന്ന ചങ്ങാതിയാണോ എന്ന് തോന്നി. ഏയ്, അവനൊന്നുമല്ല. അതെങ്ങനെയാ കാണാതെ പറയാൻ പറ്റുന്നത്? അത് പിന്നെ അവൻ എന്നെ ഇന്ന് വൈകിട്ട് കൂടി വിളിച്ചതാ. അയ്യോ, കുളിക്കാൻ തോന്നണം. പന്ത് ഇതെവിടെ പോയി കിടക്കുക? നിങ്ങൾ ചോറ് തിന്നാ വാ പിള്ളേരെ. കുബു, ഉമ്മ ഞങ്ങളിവിടെ ഉണ്ട്. അവിടെ കയറി ഇരിക്കണോ? മര്യാദക്ക് ഇറങ്ങി വാ. അതിന് മുറി കൂട്ടി സത്താറൊക്കെ പോയല്ലോ. ബദരീങ്ങളെ, എന്താ എന്തു പറ്റി? കുബു വെച്ചു ആ സത്താറിന്റെ മുറിയില് ഒരു മുറി പൂട്ടി പോവുകയും ചെയ്തു. ഓ സാരമില്ല, നീ ആ ഡ്യൂപ്ലിക്കേറ്റ് കീങ് എടുക്ക്. പാപ്പാ ദേ.
എന്താ ആരും ഒന്നും പറയാത്തത്? ഇതത്ര നിസ്സാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓന് പറയാനുള്ളത് ആദ്യം കേൾക്ക, അതിനുശേഷം മതി വിചാരണ തീരുമാനം എടുക്കുന്നത്. സത്താറും ഞാനും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും നാവ് കൊണ്ട് മാത്രം മറുപടി പറഞ്ഞാലാവില്ലെന്ന് അയാളുടെ വിശ്വാസത്തിൽ കഴമ്പുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അയാളെ നമ്മൾ സംരക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എവിടേക്കാണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. ഇല്ല, ഇസ്ലാം മത വിശ്വാസിയാതിന്റെ പേരിൽ മാത്രം അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല. അയാളൊരു ക്രിമിനൽ ആകാമെന്നും രാജ്യാന്തര ബന്ധമുള്ള ഏതെങ്കിലും അധോലോക സംഘത്തിന്റെ പിണിയാളാകാമെന്നും മാത്രമേ ഇതുവരെ ഞാൻ ചിന്തിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ ഉള്ളിൽ പോലും മതവിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൊടും ശിക്ഷയ്ക്ക് അർഹനാണ് അയാൾ. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ശത്രു, ഭരണകൂടത്തിന്റെ, ഇവിടുത്തെ 100 കോടി ജനങ്ങളുടെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇസ്ലാം സംസ്കാരത്തിന്റെ, എന്തിന് പരമകാരുണ്യവനായ പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ വരെ ശത്രു. ബഷീർക്ക് എങ്ങനെ ഹിന്ദുസ്ഥാനികളെ പോലെ സംസാരിക്കരുത്. ഓടാ, ഹിന്ദുസ്ഥാനി? ഞാനും നീയൊക്കെ ഹിന്ദുസ്ഥാനികളാടാ. കച്ചവടത്തിന്റെ പേരിൽ വിദേശികൾ വന്നപ്പോ അവരെ 2 കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ പേരിൽ അവർക്ക് അടിമകളായി നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്ന പാവങ്ങളായ ഹിന്ദുസ്ഥാനികൾ. എല്ലാ മതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും സ്വന്തം മണ്ണിൽ വളരാൻ ഇടം കൊടുത്ത ഹൃദയവിശാലതയുള്ള ഹിന്ദുസ്ഥാനികൾ. മാതൃരാജ്യത്തിന്റെ അപകടം വരുന്നു എന്ന് കേട്ടാൽ സ്വന്തം ചോര കൊടുത്തും സംരക്ഷിക്കാൻ മടിയില്ലാത്ത ഹിന്ദുസ്ഥാനികൾ. എനിക്കൊന്നും അറിയില്ല, എന്നാലും 2 കുട്ടിയോളെ നമുക്ക് പോലീസിനെ വിളിക്കാന്ന് വെച്ചാ ഓര് നമ്മളെ വെറുതെ വിടോ? മക്കളെ വെറുതെ വിടോ? പേടിക്കേണ്ടി മുണ്ടാസേ, ഓം പറയണ അതിന്റെ ശരി. സ്റ്റേഷനിലേക്ക് ഞമ്മളുണ്ട് തന്റെ ഒപ്പരം. ഇവനെ ഇവന്റെ പിന്നിലുള്ളവരെ കാട്ടിക്കൊടുക്കാൻ ഉച്ചിയിലുള്ള മുസൽമാന്മാര് ഈ നാട്ടിലുണ്ടെന്ന് അരികത്തെ കള്ള ഹിമാറുകള്. എന്തുപറ്റി? നിന്റെ മൊബൈൽ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. അവരെല്ലാം ഇന്ന് രാത്രി എത്തും. ആര്? നമ്മളിങ്ങോട്ട് അയച്ചവരാരാണോ അവർ. മിഷൻ പൂർത്തിയാക്കിയിട്ടേ അവരിനി കേരളത്തിൽ നിന്ന് മടങ്ങും. എവിടെ നിന്റെ പ്ലാൻ? ഇതാണോ നമ്മുടെ ഓപ്പറേഷൻ? സത്താർ, സത്താർ നിക്ക്. ഏയ്, ആ നില്ല നില്ല നില്ല, ഒരു കൂട്ടുകാരൻ വന്നിട്ട് പരിചയപ്പെടുത്താണ്ട് പോവാ. അങ്ങനെ പരിചയപ്പെടുത്തൊന്നുമില്ല. സത്താർ, എടാ നീ അങ്ങനെ പോവാതെ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എടാ എനിക്ക് പറയാനുള്ളതെന്ന് കേട്ടിട്ട് പോ. നീ ഒന്ന് നിന്നെ അവിടെ. ഏയ് കേറ്. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട്. എനിക്ക് പോണം. ധൃതി ഉണ്ടാവുമെന്നറിയാം. സലീം മുബാറക്കിന്റെ വിധി എന്നിലും നടപ്പാക്കണമല്ലോ. സത്താർ ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാ നമ്മുടെ മനസ്സിൽ ഈ തീവ്ര മതവികാരത്തിന്റെ വിത്ത് മുളച്ചതെന്ന്? ഇപ്പോഴെന്താ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ? ഓ, മറന്നുപോയി. ജാവേദ് ഇബ്രാഹിം ചിത്രം വരയ്ക്കാനും സ്വപ്നം കാണാനും ഒക്കെ തുടങ്ങിയല്ലോ അല്ലേ? അവരൊക്കെ പാവങ്ങളാ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവര്. അവിടെ ജാതി മതമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അവർക്ക് അവരുടെ വഴി, നമുക്ക് നമ്മുടെ. നാം സഞ്ചരിക്കുന്ന വഴി നമ്മളെ തിരഞ്ഞെടുത്താൻ തോന്നുന്നുണ്ടോ സത്താറിന്? സാഹചര്യങ്ങൾ, നമ്മുടെയൊക്കെ സാഹചര്യങ്ങളാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചത്. കൈക്കുഞ്ഞായിരിക്കെ ഉപേക്ഷിച്ചു പോയ ബാപ്പയെ തേടി മണലാരണ്യത്തിലൂടെ അലഞ്ഞപ്പോ വിശപ്പും ദാഹവും കൊണ്ട് ബോധമറ്റ് വീണ കഥ നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? അന്ന് നിനക്ക് ദാഹജലം തന്ന പാകിസ്ഥാനി നിന്റെ കഥ കേട്ട് നിന്നെ അയാളുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. കൈ നിറയെ പണവും മനസ്സ് നിറയെ വർഗീയതയും നിറച്ചു. അതൊക്കെ നിന്റെ സാഹചര്യങ്ങൾ. എനിക്കുണ്ട് അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഭൂതകാലം. പക്ഷെ സത്താർ, ഒന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാവും.
മണൽ നഗരത്തിലെ കടുത്ത വേനൽ ആ പാകിസ്ഥാനെ നിന്റെ നാക്കിൽ ഒഴിച്ചെന്ന ദാഹജലമല്ല, കൊടും വിഷമായിരുന്നു. കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു നിന്റെ ഈ സംസാരം. ഇനി ഒരൊറ്റ സംശയം ബാക്കിയുള്ളൂ. ജാവേദ് ഇബ്രാഹിം എന്ന ഉപനയനം കഴിഞ്ഞ് പൂണൂലിട്ടത്. പരിഹസിക്കണ്ട. നാം സഞ്ചരിക്കുന്ന വഴി തെറ്റാണെന്ന പൂർണ്ണ ബോധ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ പേര് നമ്മളെയൊക്കെ മുതലെടുക്കാടാ ചിലര്. ആരാ മുതലെടുക്കുന്നത്? അള്ളാഹുവിന്റെ രാജ്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ മഹാപ്രസ്ഥാനത്തിലുള്ളവരോ? അള്ളാഹുവിന്റെ രാജ്യം പുല്ലിനെയും പൂനെയും പുഴുവിനെയും സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനെ സ്വന്തം രാജ്യം വേണമായിരുന്നെങ്കിൽ മുസ്ലിങ്ങളെ മാത്രം സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? എന്തിനാ ഇത്രയധികം മതങ്ങളും അതിന്റെ കീഴിൽ ആയിരക്കണക്കിന് ജാതികളും ഉപജാതികളും സൃഷ്ടിച്ചത്? അതോ ഇനി അന്യമതക്കാരെ സൃഷ്ടിച്ചത് വേറെ ഏതെങ്കിലും ദൈവം എന്ന് പറയുന്നുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിൽ? അവസാനിപ്പിക്കണം നമുക്ക് ഈ ചോരക്കളി. സലീം മുബാർക്ക് കരുതിയ പോലെ പണവും തട്ടിയെടുത്ത് കടന്നു കളയാനൊന്നുമല്ല ഞാൻ പറയുന്നേ. നമുക്ക് ആരുടെ ഒന്നും വേണ്ടടാ. എന്നിട്ട് എവിടെ പോയി ഒളിക്കുന്നീ? ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പ്രസ്ഥാനമായത്. സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട നീ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്കൊരു സാധാരണ മനുഷ്യനെ ജീവിക്കണം. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കണം. പേടി സ്വപ്നം കാണാതെ ഒന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞ് ഏത് തോക്കിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഇന്ന് കൊടുക്കാൻ തയ്യാറായി ജാവേദ്. ഇല്ല, ഒരു ദിവസം പോയിട്ട് ഒരു മിനിറ്റ് പോലും നിന്നെ ഞാൻ ബാക്കി വെക്കില്ല. ഞാൻ പടച്ചോന്റെ പുസ്തകത്തിൽ നിന്ന് ജാവേദ് ഇബ്രാഹിമിന്റെ പേര് ഞാനിങ്ങ് കീറിയെടുക്കാം. അവരോട് പോയി പറ ജാവേദ് ഇബ്രാഹിമിന്റെ മനസ്സ് മാറിയെന്ന്. പടച്ചോൻ വിധിക്കുന്ന എന്തും ഏറ്റുവാങ്ങാൻ തയ്യാറാ ജാവേദ് ഇബ്രാഹിം. എപ്പോഴാവാൻ പോയത്? രാവിലെ ഇവിടുന്ന് പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. കണ്ടാലൊരു കുഴപ്പക്കാരനാണെന്ന്. जय हिंद, जय हिंद. Go fast. Hey, fast.
മറ്റന്നാൾ അരങ്ങേറുന്ന കേരളോത്സവമാണ് അവരുടെ ലക്ഷ്യമെന്ന് ഈ മാപ്പിൽ നിന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. VVIPകളും ഫോറിൻ ഡെലിഗേറ്റ്സും പങ്കെടുക്കുന്ന ആ ഫംഗ്ഷനിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ബോംബ് ബ്ലാസ്റ്റ് ആണ് മിഷൻ 2009. ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഞങ്ങൾ കേരളോത്സവത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആര് വിചാരിച്ചാലും അത് ബ്രേക്ക് ചെയ്യാനാവില്ല. മുംബൈ സംഭവത്തിന് 2 ആഴ്ച മുൻപ് തന്നെ ഞങ്ങൾ ഇൻഫർമേഷൻ തന്നതാ. അവിടുത്തെ പോലീസ് അധികാരികളും സാറിന്റെ ഇതേ ഭാഷയിലാ പ്രതികരിച്ചത്. ഞങ്ങളുടെ സെക്യൂരിറ്റി ആര് വിചാരിച്ചാലും ബ്രേക്ക് ചെയ്യാനാവില്ല എന്ന്. ഒരു ദുരന്തം നടക്കുന്നവരെ ഉള്ളൂ സാർ ഈ ആത്മവിശ്വാസമൊക്കെ. മിസ്റ്റർ ജീവൻ ഐസക് തന്നെ പറയൂ, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? കേരളോത്സവത്തിന് ക്ഷണിക്കപ്പെട്ട മുഴുവൻ അതിഥികളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. VIP ആരൊക്കെയാണ്, അവർക്ക് കൂട്ടുവരുന്ന ആരാണ് എന്ന് കൃത്യമായിട്ട് അറിയണം. പോലീസ് അറിയാതെ ഒരു ഈച്ച പോലും കേരളോത്സവത്തിന്റെ വേദിയിലേക്ക് പ്രവേശിക്കരുത്. ഇതിനൊക്കെ ഉപരിയായി ഈ വ്യാജ പാസ്പോർട്ടുകൾ അവർക്ക് നിർമ്മിച്ച് നൽകിയ ഏജന്റിനെ കണ്ടെത്തണം. ജാവേദ് ഇബ്രാഹിം എന്തിനാ സന്ദീപ് സുബ്രഹ്മണ്യം എന്ന ഹിന്ദു പേരില് ഒരു പാസ്പോർട്ട്? കറക്റ്റ്. അതിലെന്തോ പ്ലാനിംഗ് ഉണ്ട്. സലീം മുബാറക്കും അബ്ദുൽ സത്താറും കൊല്ലപ്പെട്ടത് എബ്രാഹിമിന്റെ ഏരിയയിലല്ലേ? അവിടെ എവിടെയോ ഉണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ. സന്ദീപേട്ടാ, എങ്ങോട്ടാ എങ്ങോട്ടാ ഈ ഒളിച്ചോട്ടം? ഒളിച്ചോട്ടോ? അതെ, എന്നിൽ നിന്ന് ഒളിച്ചോടുവാ. ഞാൻ എന്തിനു കുട്ടീന്ന് ഒളിച്ചോടണം? മറ്റന്നാ കേരളോത്സവം, അതോടെ തീരുമല്ല. പറ, എല്ലാം തീരുമോ? പറ. ഗംഗയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി, സംസാരിച്ചോളൂ, ഞാൻ കേൾക്കാം. ഞാൻ മുമ്പ് ഒരിക്കൽ ചോദിച്ചില്ലേ അമ്പലത്തിലെ ഉത്സവത്തിന് എന്റെ ഒപ്പം തുണ വരുമോന്ന്? വരുമോ എന്റെ ഒപ്പം ദേവിയുടെ അടുത്തേക്ക്? हेलो। सतार के मरने की बात भी हमारे प्लान में कोई बदलाव नहीं, समझा? ओके। हम यहाँ पहुंच गए हैं, तू जल्दी आ जा।
ടീക്കേ പോകാം. എവിടെ? ഷോ ഇതിന്റെ കാര്യം അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തല്ലേ ഉള്ളൂ. സോറി സോറി ഗംഗ, എനിക്ക് അത്യാവശ്യമായിട്ട് മറ്റൊരിടത്ത് പോകണം. ये तो अच्छा हुआ कि पुलिस की हाथों में पकड़ने से पहले सतार ने खुदकुशी कर ली है ना? हाँ, ये अच्छा हुआ. एक बात याद रखना, यहाँ भी पुलिस किसी भी वक्त पहुंच सकता है. केरलोत्सव का दिन बहुत बंदोबस्त होगा. अगर तू पकड़ जाने का कोई शक होगा तो बम उसी समय उड़ा देना. परसों का दिन जब बम फटेगा उस समय हमारा सुइसाइड बॉम्बर्स केरल का हर जगह में होगा. परसों का दिन केरल के लिए कयामत का दिन होगा. കേരളോത്സവത്തിന്റെ സുരക്ഷാ ക്രമീകരണത്തിന് വേണ്ടി നടക്കുന്ന ചെക്കിങ്ങാ. പ്രോഗ്രാമിന് പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് വിളിക്കേ. അത് ഉച്ച കഴിഞ്ഞാ ഫൈനൽ റിഹേഴ്സൽ വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും എത്തും. ഓക്കെ, ഒരു കാര്യം ചെയ്യൂ. പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഫോട്ടോസും ബയോഡാറ്റയും സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. അതും എത്രയും പെട്ടെന്ന്. ശരി. ഓക്കെ. മോളെ, എന്തായാലും എല്ലാവരുടെയും പ്രിന്റ് ഔട്ട് എടുത്ത് മോമാലി ഏൽപ്പിക്കുക. ഇനി അതുകൊണ്ട് സുരക്ഷ പാളണ്ട. അതെ. ഓരോ ജോലി വരുന്ന വഴി കണ്ടില്ലേ? ഇനി ഈ ഫോട്ടോസ് എല്ലാം പ്രിന്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം. ഡ്രസ് റിഹേഴ്സലിന് സമയം അടുത്ത് വരികയാണ്. ഗംഗ പൊയ്ക്കോളൂ, ഞാൻ ചെയ്തോളാം ഇതൊക്കെ. അതെന്താ, ഇയാൾക്ക് റിഹേഴ്സൽ ഒന്നും ഇല്ലേ? അല്ല, ഈ കളറിപ്പയറ്റിന് ഒരുപാട് ഡ്രസ്സിംഗ് ഒന്നും വേണ്ടല്ലോ. പക്ഷെ ഗംഗയ്ക്ക് അങ്ങനെയല്ലോ. ചെല്ല് 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 ചെല്ല്. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. അല്ല, അത് ഞാൻ. ഗംഗ പൊയ്ക്കോ, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ. ചെല്ലേ. ശരി. ഏയ് വേണ്ട, എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. വാപ്പോ വെറുതെ വന്ന് തൊഴുതിട്ട് പോകാൻ സന്ദീപേട്ടനെ കൂട്ടുവിളിച്ചതല്ല ഞാൻ. പിന്നെ എന്റെ മനസ്സിൽ എന്താണെന്ന് സന്ദീപേട്ടന് നന്നായിട്ട് അറിയാം. എന്നിട്ടും നടിക്കുകയാണ് എന്റെ മുന്നിൽ.
ദേവിയുടെ നടയിൽ പൂജിച്ച ചരടാ. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കയ്യിൽ ഇത് കെട്ടിയാ പിന്നെ അവരെ പിരിക്കാൻ ആർക്കും കഴിയില്ലെന്നാ. വേണ്ട. അതെന്താ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട, അത്ര തന്നെ. എനിക്ക് സന്ദീപനോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. വരൂ. എനിക്കെന്താ പറയാനുള്ളതെന്ന് സന്ദീപിന് മനസ്സിലായി കാണും. ഗംഗയുടെ 8ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ പോയതാ. പിന്നെ അവളായി ഇവിടുത്തെ അമ്മ, ഈ വീടിൻ്റെയും സ്ഥാപനത്തിൻ്റെയും എല്ലാം. ഒരു കാര്യത്തിലും എനിക്ക് അവളെ എതിർക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. അവൾ കണ്ടെത്തിയ പയ്യൻ എനിക്കും പ്രിയപ്പെട്ടവനാണ്. ഇനി മനസ്സ് തുറക്കേണ്ടത് താനാണ്. ഞാൻ എന്ത് പറയാൻ? ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം തനി നാടൻ ഭാഷയിൽ അങ്ങോട്ട് പറയാം. പൊട്ടന്മാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷെ പൊട്ടം കളിക്കുന്നവര് അതിബുദ്ധിമാന്മാരാ തന്നെ പോലെ. അതിബുദ്ധിയല്ല, എന്റെ സാഹചര്യങ്ങൾ. അറിയാം, തൻ്റെ കുടുംബ പശ്ചാത്തലമൊക്കെ എനിക്കറിയാം. സ്വന്തമായി വരുമാനമില്ല, ഒക്കെ മനസ്സിലാക്കിയിട്ടാ എൻ്റെ മകളെ തൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാവുന്നത്. പിന്നെ സ്വന്തം കാലിൽ നിന്നിട്ടേ വിവാഹം കഴിക്കുമെന്ന് വല്ല പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ മുഴുവൻ ചുമതലയും ഞാൻ തന്നെ ഏൽപ്പിക്കാം. ഇനി അതൊന്നുമല്ല, ഒഴിവാക്കാൻ വയ്യാത്ത വേറെ ഏതെങ്കിലും ബന്ധം മനസ്സിലുണ്ടെങ്കിൽ അതും തുറന്നു പറയാം. സാറല്ല, അച്ഛനാണ്. ഞങ്ങളൊക്കെ തന്നോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോ താൻ എങ്ങോട്ടായി പോണേ? വേണ്ട, എന്നോട് ആരും അടുക്കണ്ട. എനിക്കാരെ സ്നേഹിക്കാൻ കഴിയില്ല. സന്ദീപ്? അല്ല, ഞാൻ സന്ദീപ് അല്ല, ജാവേദ് ഇബ്രാഹിം. നേരത്തെ പറഞ്ഞല്ലോ എന്റെ കുടുംബ പശ്ചാത്തലമൊക്കെ അറിയാന്ന്. നിങ്ങൾക്കൊന്നും ഒന്നും അറിയില്ല, ഒന്നും. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വാപ്പ പാകിസ്ഥാൻ ചാരനാന്ന് പറഞ്ഞ് എന്റെ ഉമ്മാനെയും പെങ്ങളെയും നാട്ടുകാർ കല്ലെറിഞ്ഞൊടിച്ചപ്പോ എനിക്കന്ന് 5 വയസ്സാ. പറക്കമുറ്റാത്ത മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി എന്റെ ഉമ്മാന്റെ മാനത്തിന് വില പറഞ്ഞ ആളുകൾ എത്തിയപ്പോ മുലകുടി മാറാത്ത എന്റെ പെങ്ങളെ എന്റെ ഒപ്പം ഉറക്കി കിടത്തിയിട്ട് എന്റെ ഉമ്മ പോയി, എന്നേക്കുമായി. ഞങ്ങളെ ഈ ഭൂമിയിൽ അനാഥമാക്കിയിട്ട് പോയ അവരോട് എനിക്ക് ബഹുമാനേ ഉള്ളൂ. തെരുവ് തണ്ടികളെന്ന് വിളിപ്പേര് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും വേശിയുടെ മക്കളെന്ന് വിളിപ്പിച്ചില്ലല്ലോ അവര്. പിന്നെ ഒരു നല്ല മനസ്സിന്റെ കാരുണ്യം പടച്ചോ ഞങ്ങൾക്കായി കാത്തു വെച്ചിരുന്നു. ഞങ്ങളെ തേടി ഇളയപ്പ എത്തി. എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ച് ഞങ്ങളെ വളർത്തി പഠിപ്പിച്ചു. പക്ഷെ ഓർമ്മയുണ്ടാവും, കോയമ്പത്തൂർ സ്ഫോടനത്തിന്റെ പിറ്റേന്നാൾ പത്രത്തിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ അടിച്ചു വന്നൊരു ഫോട്ടോ. വർഗീയ ലഹളക്കിടയിൽ കൊല്ലപ്പെട്ട അനിയത്തിയുടെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു 15-കാരന്റെ ചിത്രം. അത് ഞാനായിരുന്നു. ഹിന്ദു മുസ്ലിം ലഹളക്കിടയിൽ സ്കൂള് വിട്ടു വരികയായിരുന്ന എന്റെ ജമീലെ വെട്ടിക്കീറിയത് തലയിൽ തട്ടമിട്ട് പോയ കുറ്റത്തിന്. പത്രങ്ങളുടെ ആഘോഷം കഴിഞ്ഞപ്പോ മറ്റു ചിലരെത്തി.
15 വയസ്സുകാരന്റെ മനസ്സിൽ വീണ കനൽ ആളി കത്തിക്കാൻ കൊല്ലണം. ഇസ്ലാമിന്റെ ശത്രുക്കളെ ഒന്നൊന്നായി തീർക്കണം. സ്വന്തം ജീവൻ കൊടുത്തും ഹിന്ദുസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കണം. പിന്നെ അതിനുള്ള പരിശീലനങ്ങൾ, ആയുധങ്ങൾ, പണം. കൊല്ലാനാ ഞാൻ വന്നത്. കേരളോത്സവം തകർക്കാൻ എന്നെ അവർ ചുമതലപ്പെടുത്തിയത്. പക്ഷെ ആരെയും കൊല്ലാൻ എനിക്ക് കഴിയില്ല. എനിക്ക് വയ്യ. ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോ, നിങ്ങളുടെയൊക്കെ നല്ല മനസ്സ് തൊട്ടറിഞ്ഞപ്പോ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വിധിച്ച കർമ്മം ഇതാണെങ്കിൽ അതെന്റെ ദൈവമല്ല. അല്ല, സാറിനെ പോലീസിൽ ഏൽപ്പിക്കണം. ജയിലിനുള്ളിലായാലും എനിക്ക് ജീവിക്കണം. ജീവിതത്തോട് എനിക്കിപ്പോ അത്രയ്ക്ക് ആർത്തിയ. ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നാലും എനിക്കിവിടുത്തെ നല്ല ഓർമ്മകൾ മതി ജീവിക്കാം. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ചെയ്യേണ്ടത് പോലീസിനെ വിവരം അറിയിക്കുകയാണ്. പക്ഷേ പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിന്റെ ഈ തിരിച്ചറിവിനെ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടുക. നിന്റെ ദൈവം നിനക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം സ്നേഹമാണ്, അക്രമമല്ല. നിരപരാധികളെ കൊന്നൊടുക്കാൻ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ സഹായിക്കും. ഒരാളും തിരിച്ചറിയാത്ത സ്ഥലത്ത് നിന്നെ ഞാൻ സുരക്ഷിതമായിട്ട് താമസിപ്പിക്കും. വേണ്ട സാർ, അവർ നിങ്ങളെ കൊല്ലും. എന്റെ പിന്നിലുള്ളൊരു ശക്തി സാറിന് അറിയാഞ്ഞിട്ടാ. അച്ഛൻ്റെ സ്ഥാനത്തെന്ന് പറയുക. നീ ഞാൻ പറയുന്നത് അനുസരിക്കണം. ഇവിടുന്ന് പോകണം. എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം. 2-3 വർഷം കഴിയുമ്പോൾ ജാവേദിനെ എല്ലാവരും മറക്കും. അന്ന് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. തൽക്കാലം ഗംഗ ഇതൊന്നും അറിയണ്ട. നിനക്ക് അത്യാവശ്യമായി പോകേണ്ടി വന്നു എന്ന് ഞാൻ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചോളാം. എത്ര നാൾ വേണമെങ്കിലും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാ. കാരണം നിന്നെ ഞങ്ങൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. പോകാൻ തയ്യാറായിക്കോളൂ. ഒരു നിമിഷം മുമ്പേ നീ ഇവിടുന്ന് രക്ഷപ്പെടണം. പോവല്ലേ? ഞാനെല്ലാം കേട്ടു. എന്തൊക്കെയോ ദുരൂഹതകൾ സന്ദീപേട്ടനെ ചുറ്റിപ്പറ്റിയിട്ടുണ്ടെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു. എന്നാലും തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ മനസ്സ് മാറാനുള്ള കാരണം എന്റെ സ്നേഹം കൂടിയാണല്ലോ. ഞാൻ പ്രാർത്ഥിക്കാം, തീവ്രവാദവും അതിന്റെ ക്രൂരതകളും ഇല്ലാണ്ടാവുന്ന ഒരു നല്ല ദിവസത്തിനായി. എന്നിട്ട് കാത്തിരിക്കാം, എത്ര കാലം വേണമെങ്കിലും. ഞാൻ ഗംഗയോട് ഒന്നും പറയണ്ട. യാത്ര പോലും തെറ്റായ ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കാണ്ടിരുന്നാ മതി. എപ്പോഴും ഓർമ്മ വേണം, ഇവിടെ ഒരു പെണ്ണ് കാത്തിരിപ്പുണ്ടെന്ന്. എന്നാ ഇറങ്ങിക്കോ, അച്ഛൻ താഴെ കാത്തിരിക്കുന്നുണ്ടാവും. ദേവി കാത്തോളൂ സന്ദീപേട്ടനെ.
എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. എനിക്കറിയായിരുന്നു. എന്നാലും ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ എത്ര കൊതിച്ചിട്ടുണ്ടായിരുന്നെന്നറിയോ? ഞാൻ വരും. നിന്റെ ഈ കണ്ണീരും പ്രാർത്ഥനയും എന്നെ തിരിച്ചു കൊണ്ടുവരും. ചേട്ടാ, പാലക്കാടേക്ക് ബസ് എപ്പോഴാണ്? അരമണിക്കൂറിലുണ്ടാവും. ഇത് അവിടെ എന്നാ മതി. ശരി. ആരത്? ആരാ പുറത്ത്? जावेद कहाँ है? बोल, जावेद कहाँ है? जावेद? हाँ, जावेद। नहीं मालूम। मालूम नहीं? नहीं मालूम नहीं? नहीं मालूम? कहाँ है जावेद? बोल, कहाँ है जावेद? पकड़ लो सारी को। खत्म करो साले को।
എനിക്ക് ജീവിക്കണം. ജീവിതത്തോട് എനിക്കിപ്പോ അത്രയ്ക്ക് ആർത്തിയ. ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വന്നാലും എനിക്കിവിടുത്തെ നല്ല ഓർമ്മകൾ മതി ജീവിക്കാം.